أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, മഅ്മൂമാണോ എന്നോർ സംശയമുള്ളതോ സാധ്യതയുള്ളതോ ആയ ആളോട് തുടരാൻ പാടില്ല എന്നതായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അതുമായി ബന്ധപ്പെട്ട തുടരാൻ പാടില്ലാത്ത ചില ആളുകളെ കുറിച്ചുകൂടി പറയുകയാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വലാ ഖുദുവത്തു ഖാരിഇൻ ബിഉമ്മിയിൻ. വലാ ഖുദുവത്തു ഖാരിഇൻ, ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ അറിയുന്ന ആള് തുടരൽ സഹീഹല്ല. ബി ഉമ്മിയിൻ, ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ അറിയാത്ത ആളോട്. ഉമ്മിയിന് പല അർത്ഥവും വരും. ഇവിടെ പക്ഷേ ആ അർത്ഥങ്ങളൊന്നും ഉദ്ദേശമില്ല. ഇവിടെ ഉമ്മിയ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ തെറ്റില്ലാതെ നിയമപരമായി ഓതാൻ അറിയാത്ത ആളെ കുറിച്ചാണ് ഇവിടെ ഉമ്മിയ് എന്ന് പറഞ്ഞത്. അതേ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നബിയുൽ ഉമ്മിയ് എന്ന് പറയാറുണ്ട്. അത് ഈ അർത്ഥത്തിനല്ല, മറിച്ച് ഒരു അധ്യാപകന്റെ കീഴിൽ സ്കൂളിലോ മദ്രസയിലോ പോയി സാധാരണഗതിയിൽ അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തിത്വം എന്നാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥങ്ങളിൽ ഒന്ന്. മറ്റൊരർത്ഥം അവിടെ തന്നെ വേദങ്ങൾ നൽകപ്പെട്ടിട്ടില്ലാത്ത സമൂഹത്തിലെ പ്രവാചകർ എന്ന അർത്ഥത്തിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയുൽ ഉമ്മിയ് എന്ന് പറയാറുണ്ട്. ഇസ്രായേലിയർക്കൊക്കെ വേദങ്ങൾ നൽകപ്പെട്ടതുപോലെ അറബികൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വേദം നൽകപ്പെടാത്തവര് എന്ന അർത്ഥത്തിന് അറബികളെ ഉമ്മിയ് എന്ന് പറയപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള അർത്ഥത്തിലും ശരിയാ. അതൊന്നും ഇവിടെ ഉദ്ദേശമില്ല. ഇവിടെ ഈ ഉമ്മിയ് എന്നത് പറഞ്ഞാൽ മൻ യുഖില്ലു ബിൽ ഫാത്തിഹത്തി, ഫാത്തിഹയെ ഖലല് വരുത്തുന്ന ആള് എന്ന് പറഞ്ഞാൽ നിയമപരമായി ഓതാൻ പറ്റാത്ത ആള് പൂർണ്ണമായി തന്നെ. അതല്ലെങ്കിൽ ഔ ബാലിഹ, ഫാത്തിഹ മുഴുവനായിട്ടല്ല, ഫാത്തിഹയുടെ ഏതെങ്കിലും ചില ഭാഗങ്ങളെങ്കിലും ശരിയായ ക്രമപ്രകാരം ഓതാൻ അറിയാത്ത ആള് എന്നാണ് ഇവിടെ ഉമ്മി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അല്പം എന്ന് പറഞ്ഞത് വലോ ബി ഹർഫി മിൻഹ, അത് ഫാത്തിഹയിലെ കേവലം ഒരക്ഷരമാണെങ്കിലും നിയമം അത് തന്നെ. അതായത് ഫാത്തിഹ തീരെ ശരിയായ നിലക്ക് ഓതാൻ അറിയാത്ത ആളെ പറ്റിയും ഉമ്മി എന്ന് പറയും. അതിലേതാനും ഭാഗങ്ങൾ അറിയാത്തവരെ പറ്റി ഉമ്മി എന്ന് പറയും. ഇനി ആകെ ഒറ്റ ഒരു ഹർഫെങ്കിലും ശരിയായ നിലക്ക് ഓതാൻ അറിയാത്ത ആളെ കുറിച്ചും ഉമ്മി എന്ന് തന്നെയാണ് പറയാം. എങ്ങനെ? ആ ഹർഫിനെ തൊട്ട് ഒരാള് അശക്തനാവുന്നു. ബിൽക്കുല്ലിയ എന്ന തീരെ അക്ഷരം ഉച്ചരിക്കാനേ അയാളോട് കഴിയൂല. ഒന്നിരിക്കൽ ചിലപ്പോൾ സൃഷ്ടിപരമായ ചില വൈകല്യങ്ങളെ കൊണ്ടായിരിക്കാം ചില അക്ഷരങ്ങൾ
ഉച്ചരിക്കാൻ കഴിയാത്ത പ്രകൃതിപരമായ ചില തകരാറുകളുള്ള ആളുകളുണ്ട്. അയാൾ കുറ്റക്കാരല്ല. പക്ഷേ ഈ തകരാറില്ലാതെ ശരിക്കും ഓതാൻ അറിയുന്ന ഒരാൾക്ക് അയാളോട് തുടരാൻ പാടില്ല എന്ന്. ചിലപ്പോൾ വലിയ മഹാന്മാരും ഉസ്താദന്മാരും ഒക്കെ ആയിരിക്കും. അവരുടെ വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ വരുന്ന തകരാറല്ല, മറിച്ച് സൃഷ്ടിപരമായ ചില വൈകല്യങ്ങൾ ഉള്ളതുകൊണ്ട് ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ കഴിയില്ല ചിലർക്ക്. എന്നാ അയാളെ സംബന്ധിച്ച് അയാളെ നിസ്കാരം ചെയ്യാവും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ തുടരാൻ പറ്റുകയില്ല, അതാ പറയുന്നത്. അതല്ലെങ്കിൽ ഔ അൻ ഇഖ്റാജിഹി അൻ മഖ്റജിഹി, പാടെ ഉച്ചരിക്കാൻ കഴിയാത്ത തകരാറല്ല, ഒരു അക്ഷരത്തെ അതിന്റെ യഥാർത്ഥ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. ഇന്നിപ്പോ നമ്മൾ ആലൂരില്ലാത്തതുകൊണ്ട് പബ്ലിക്കിൽ ഫത്വൽ മുഈന്റെ ഭാഗത്ത് അടിക്കുന്നില്ല. കീശീരുണ്ട്, കീശീരിന്റെ ഇടയിൽ ചിലപ്പോ PDF ഇല്ലാന്നോ എന്തൊക്കെ പേര് പറയും, അതായിരിക്കും. കീശീരിയോ അല്ലെങ്കിൽ കാവനൂർ ഉസ്താദോ ആരും ഇല്ലാന്ന് വെച്ച് തോന്നുന്നു. ഉസ്താദ്മാരൊക്കെ ഇതിലെ പോയി അല്ലാഹു അഅലം. ഇന്നാകെ ഇവിടെ നോക്കിയത് ആ കൂട്ടത്തിൽ ആരെയും കാണാനില്ല. മനസ്സിലായില്ലേ? എന്റെ ലിസ്റ്റിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരു കീശീരിനെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ബാക്കിയുള്ള ഒരു നസീർ മുതുകുറ്റി, അതുപോലെ തന്നെ AMVKKD എന്നൊക്കെ പറഞ്ഞ ഓരൊക്കെ സജീവ പ്രവർത്തകന്മാരാണ്. പക്ഷേ ഇബാറത്ത് ഇവിടെ പബ്ലിക്കിൽ അടിക്കാൻ പറ്റുന്ന ഉസ്താദന്മാര് സാധാരണ പലരും ഉണ്ടാകാറുണ്ട്. നോമ്പടിപ്പിച്ച് തിരക്കൊക്കെ ആയിട്ടായിരിക്കും, ആരെയും കാണാനില്ല. കാണാതെ ഓതുക, അതായത് ആരെങ്കിലും സലാം സൂരി ഉണ്ടല്ലോ, സൂരിക്കും വേണമെങ്കിൽ അടിക്കാം. ഒന്നുണ്ടായാലെന്ത് നോക്കുന്ന എല്ലാരോടും നോക്കാൻ കഴിയില്ല. കാരണം അവർ ജോലിന്റെ ഇടയിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ ആയിരിക്കും. മാഷാ അല്ലാഹ്. എൻ അബ്ദുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സഖാഫി ഉസ്താദാണത്. പേര് എൻ അബ്ദുള്ള എന്നായിക്കോട്ടെ, എന്നാലും ഉസ്താദ് അടിച്ചിരുന്നു. പക്ഷെ ഉസ്താദ് അതൊന്നുകൂടിയും ആ ലെറ്റർ ഒന്നുകൂടി വലുതാക്കണം. അങ്ങനെ 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 മാഷാ അല്ലാഹ് തബാറകല്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ അപ്പോഴാണ് അത് വായിക്കണം. ഇന്നെ പോലത്തെ കാഴ്ചക്കുറവുള്ള ആളുകൾക്കൊക്കെ വായിക്കണമെങ്കിൽ അങ്ങനെ വലിയതാണ്, എന്നാലേ വയ്ക്കുള്ളൂ. അത് ചില ആളുകൾക്ക് നോക്കാൻ ശ്രദ്ധിക്കാനും സൗകര്യപ്പെടും. പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ഉള്ള സഹോദരിമാർക്കൊക്കെ സൗകര്യപ്പെടും. പുരുഷന്മാർക്ക് പലർക്കും ഇപ്പോൾ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് അവർ കേൾക്കാനേ കഴിയുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ട അത് ഹൈറാണല്ലോ എന്നുള്ളവർക്കാണ് പബ്ലിക്കിൽ അടിക്കാൻ പറയുന്നത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ഒരു ഹർഫ് തീരെ ഉച്ചരിക്കാൻ കഴിയാത്തവരാവാം, അതല്ലെങ്കിൽ ഒരു ഹർഫ് അതിന്റെ യഥാർത്ഥ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ കഴിയാം. സംഗതിയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മഖ്റജ് ശരിയാകുന്നില്ല, അങ്ങനെയും വരാം. അതല്ലെങ്കിൽ ഹർഫൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അൻ അസ്ലി തശ്ദീദത്തിൻ, ഷദ്ദിന്റെ അസ്ല് കഴിയാതെ ഒന്നും തീരെ ശ്രദ്ധ ചെയ്യാൻ കഴിയാത്ത ആള്, അതും ഉമ്മീന്റെ പട്ടികയിൽ തന്നെ. അതേസമയത്ത് ശ്രദ്ധ ചെയ്യുന്നുണ്ട്, വേണ്ടത്ര അങ്ങോട്ടാകിടില്ല, അത് കുഴപ്പമില്ല, അങ്ങനത്തോലോട് തുടരാം. അതുകൊണ്ടാണ് അസ്ലു തശ്ദീദത്ത് എന്ന് പ്രത്യേകം പറഞ്ഞത്. ശ്രദ്ധ ചെയ്യാൻ കഴിയാത്ത ആളുകൾ, പണ്ട് ഞാൻ പറഞ്ഞേക്ക് നമ്മളെ നാട്ടിലുണ്ടായിരുന്ന ഒരു വല്ലാക്ക അർ-റഹ്മാനി എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. പഠിക്കാത്തത് കൊണ്ടല്ല, പ്രകൃതിപരമായി അലി റഹ്മാനിനെ പറയാൻ കഴിയുമായിരുന്നുള്ളൂ. അലി റഹ്മാനി, അലി റഹീം എന്ന രീതിയിലല്ലാതെ അർ-റഹ്മാനി അർ-റഹീം എന്ന് ഇദ്ഗാം ചെയ്ത് ശ്രദ്ധാക്കാനേ കഴിയില്ല. അതല്ലെങ്കിൽ കുറച്ചൊക്കെ കഴിയും, ശരിക്കും പൂർത്തിയാണില്ല, അവിടെ കുഴപ്പമില്ല. ഇങ്ങനെ ഒരക്ഷരം പൂർണ്ണമായോ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ പറ്റാതെ വരിക, അതല്ലെങ്കിൽ ഒരു ഹറഫിന്റെ ശ്രദ്ധ തീരെ ഉച്ചരിക്കാൻ പറ്റാതെ വരിക പോലെയുള്ളവരൊക്കെ ഉമ്മിയ് എന്ന് പറയുന്ന പട്ടികയിലാണ്. അവരോട് തുടരാൻ ഈ വൈകല്യമില്ലാത്ത ആളുകൾക്ക് പറ്റില്ല, തുടർന്നാൽ നിസ്കാരം സഹിയാവില്ല എന്ന്.
സംഗതി വൈലം യംകിൻഹു തഅല്ലുമു, ഈ ഹർഫ് അല്ലെങ്കിൽ ഈ മഖ്റജ് അല്ലെങ്കിൽ ഈ ശബ്ദ് ശരിയാക്കാൻ വേണ്ടി പഠിച്ച് ശരിയാക്കാൻ അയാൾക്ക് സാധ്യമല്ല, എന്നാലും ആള് ഉമ്മിയെ എന്നെ. അതുപോലെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേതല്ല, ഇങ്ങനെയുള്ള ആളാണെന്ന് അറിയാതെയാണ് തുടർന്നത്. വല അലിമ ബിഹാലിഹി, ഈ ഇമാമ് ഇങ്ങനെ അക്ഷരത്തിൽ വൈകല്യമുള്ള ആളാണ് എന്ന് അറിയാതെ പോയി തുടർന്നതാണ്. രണ്ടായാലും സംഗതി സഹിയാവൂല. ണ്ടോ? അപ്പൊ പിന്നെ എന്താക്കുക, നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അറിഞ്ഞത് എങ്കിൽ മടക്കി നിസ്കരിക്കണം. ഇടയ്ക്ക് വെച്ച് മനസ്സിലായാലോ? ഇടയ്ക്ക് വെച്ച് മനസ്സിലായാൽ ഇയാളെ വിട്ടുപിരിഞ്ഞു പോയാൽ മതിയോ? പോരാ, തലക്ക് നിസ്കരിക്കണം. കാരണം നിസ്കാരം തന്നെ സഹിയല്ല എന്നാ പറഞ്ഞു. എന്നല്ലോ മനസ്സിലാക്കുക. പലരും മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ വൈകല്യം ഉണ്ടെന്ന് മനസ്സിലായ സമയത്ത് അയാളോട് മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്താൽ പോരെ. അത് പോരാ. ആ തുടർച്ച തന്നെ സഹീഹല്ലാത്തത് കൊണ്ട് അവിടെ മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്യണമെങ്കിൽ നിസ്കാരത്തിലാവണ്ട. ഇയാള് നിസ്കാരം തന്നെ സഹിയല്ല. അപ്പൊ രണ്ടാമത് മടക്കി നിസ്കരിക്കുക തന്നെ വേണം. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ രണ്ടാമത് തൽക്കുന്നു വേണം. അല്ല ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ അവിടെ നിന്ന് രണ്ടാമത് തുടങ്ങണം. എന്താ കാരണം ഇങ്ങനെയുള്ള ഉമ്മിയിനോട് തുടരാൻ പറ്റില്ല എന്ന്? ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം. ചില പ്രകൃതിപരമായ വൈകല്യം കാരണം ചില ഉസ്താദന്മാര് തന്നെ ചില അക്ഷരങ്ങൾ ശരിക്കുച്ചരിക്കാത്തവരുണ്ട്. ചിലപ്പോ പള്ളിക്കലെ ഇമാമായിരിക്കും, ഇമാമ് മാത്രമല്ല ചിലപ്പോ ഖതീബുമായിരിക്കും. അങ്ങനെ വന്നാൽ ആ നാട്ടുകാരുടെ ജുമാ തന്നെ സഹിഹാകാതെ പോകും. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഉസ്താദിനെ ബഹുമാനിക്കേണ്ടത് തന്നെ. കാരണം അയാളടുക്കൽ മനഃപൂർവമായ തെറ്റൊന്നുമില്ല. അയാൾക്ക് സൃഷ്ടിപരമായ വൈകല്യമായിരിക്കാം. അതുകൊണ്ട് അത്തരക്കാരെ ഇമാമത്ത് നിർത്താൻ പറ്റൂല. എന്താ കാരണം? ഈ ഉമ്മിയ്, ശരിയായ നിലക്ക് ഫാത്തിഹ ഓതാൻ അറിയാത്ത ഈ ഉമ്മിയ് ലാ യസ്ലഹു, അയാളെ പറ്റില്ല ലിതഹമ്മുലിൽ ഖിറാഅത്തി അൻഹു, ഈ മൗമൂമിനെ തൊട്ട് ഖുർആനിനെ ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം സ്വന്തം തന്നെ ശരിയാകാത്ത ഒരു വേറൊരാളെ എങ്ങനെ ഏറ്റെടുക്കുന്നു? അയോടുന്നാണ് ഇനി ഏറ്റെടുക്കൽ. അഥവാ ലോ അദ്റക്കഹു, ഈ മൗമൂമ് ഇമാമിനെ എത്തിച്ചിരുന്നു എന്ന് സങ്കല്പിച്ചാൽ, റാക്യാൻ റുക്കൂയിലായ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മസ്ബൂക്ക്, ഇമാമിനെ തുടർന്ന മസ്ബൂക്ക് ചിലപ്പോൾ ഫാത്തിഹ കുറച്ചോതാൻ സമയം കിട്ടി, എന്നാൽ ബാക്കിയുള്ളത് ഇമാമ് ചുമക്കും. തീരെ ഓതാൻ കിട്ടിയില്ല, എന്നാൽ മുഴുവനായി ഇമാമ് ചുമക്കും. ഇതൊരു ഇമാമിന്റെ യോഗ്യതയാണ്. പൂർണമായോ ഭാഗികമായോ മൗമൂമിന്റെ ഫാത്തിഹ ഏറ്റെടുത്ത് ചുമക്കാൻ വേണ്ട ആവശ്യം വരുന്ന സമയത്ത് അതിന് യോഗ്യതയുള്ള ആള് ആയിരിക്കണം ഈ ഇമാമ് എന്നത്. സംഗതി എല്ലാവരും ഒപ്പം ഇമാമിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇമാമ് തക്ബീർ കെട്ടിയപ്പോ തന്നെ എല്ലാവരും തക്ബീർ കെട്ടീന്. മൗമൂമിങ്ങളൊക്കെ ഫാത്തിഹ മുഴുവനായിട്ട് തെറ്റില്ലാതെ ഓദ്യം ചെയ്താണ്. എന്നാലും ആ നിസ്കാരം സഹിയല്ല. ഇപ്പം ഇമാമ ഏറ്റെടുത്തില്ലെന്നല്ല, മറിച്ച് ഒരു ഇമാമിന്റെ യോഗ്യത അയാളോട് മസ്ബൂക്കായ ഒരാൾ തുടർന്നിട്ട് ഫാത്തിഹയുടെ ഏതാനും ഭാഗം ഓതാൻ സമയം കിട്ടാതെ വന്നാൽ അത് ഇമാം ഏറ്റെടുക്കണം. അല്ലെങ്കിൽ തീരെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്ത മസ്ബൂക്കാണ് എങ്കിൽ ആ ഫാത്തിഹ മുഴുവനായിട്ട് ഇമാം ഏറ്റെടുക്കണം. ഇമാം ഏറ്റെടുക്കണമെങ്കിൽ സ്വന്തം കാര്യത്തിൽ കഴിയണ്ടേ? സ്വന്തം തന്നെ കഴിയാത്ത ആൾ പിന്നെ ഇങ്ങനെ വേറൊരാളത് ഏറ്റെടുക്കുക? അപ്പൊ ഇമാം ആവാനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ല. അപ്പൊ അയോഗ്യനാണ്. അദ്ദേഹത്തോട് തുടർന്നാൽ നിസ്കാരം സഹിയാവുകയില്ല. ചിലപ്പോ അയാൾ നിസ്കാരം സഹിയാവുകയും ചെയ്യും. അതാരണം ഇമാമിന്റെ സഹിയാവുകയും ചെയ്യും. കാരണം എന്താ? ഇമാമിന്റെ അടുക്കൽ വീഴ്ചയില്ല. വീഴ്ചയുള്ളവർക്ക് ഇമാമിന്റെ സഹിയാവില്ല, അത് വേറെ വിഷയം. വീഴ്ചയില്ലാതെയാണ്, അയാൾക്ക് പഠിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, പ്രകൃതിപരമായ കാരണങ്ങളെ കൊണ്ടാണ് എങ്കിൽ അയാളെ നിസ്കാരം സഹിയാവും. എന്നാലും മൗമൂമിങ്ങൾ നിസ്കാരം സഹിയാവുകയില്ല. അതിപ്പോ അറിഞ്ഞോർത്ത് ഇനി പറയാം. തുടരൽ സഹിയാകും ബിമൻ, ഒരു വ്യക്തിയോട്. എങ്ങനത്തെ വ്യക്തി? യജൂസു ഖൗലുഹു ബിയ,
അല്ലെങ്കിൽ രണ്ടേൽക്കും വായിക്കാം. യുജവ്വിസു എന്നും വായിക്കാം, യജൂസു എന്നും വായിക്കാം. യജൂസു ഖൗലുഹു ഉമ്മിയ്യ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഫാത്തിഹ ശരിക്ക് ഓതാൻ അറിയാത്തവനാകാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ യുജവ്വിസു എന്ന് പറഞ്ഞാൽ ഈ മൗമൂമിന് ഇമാമ് ഉമ്മിയാവാൻ സാധ്യതയുണ്ട് എന്ന് അയാൾക്ക് തോന്നുന്നു. രണ്ടറിഞ്ഞാലൊക്കെ ഉദ്ദേശം തന്നെ. അതുകൊണ്ട് തന്നെ രണ്ട് ഖിറാഅത്തും സഹിഹ, യജൂസുന്നു യുജവ്വിസുന്നു. ഇയാള് ഉമ്മിയാണെന്ന് ബോധ്യപ്പെട്ടാൽ തുടരാൻ പാടില്ല. ഉമ്മിയാവാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് തുടർന്ന അവിടെ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ സാധ്യത ഉള്ളോർത്ത് അപ്പൊ എങ്ങനെ ഒരു സാധാരണക്കാരനൊരു കാക്ക ഇയാളങ്ങനെ കാര്യമായിട്ട് ദീനുമായിട്ട് വല്ലാതെ ബന്ധപ്പെടുന്നതൊന്നും കണ്ടിട്ടുമില്ല, ആലിമൊട്ടല്ലാതാനും. അങ്ങനെയുള്ള ഒരാള് ചിലപ്പോൾ നല്ല മല്ലാക്കന്മാരടുത്തുനിന്ന് ശരിയായ മഹ്റജ് അനുസരിച്ച് നന്നായി ഓതി പഠിച്ച ആളായിരിക്കാം. ചിലപ്പോൾ അതിന് ഭാഗ്യം കിട്ടാത്ത കേവലം സാധാരണക്കാരനുമായിരിക്കാം. അപ്പോൾ ഉമ്മിയാവാൻ സാധ്യത ഉണ്ട് എന്നത് കൊണ്ടിട്ട് അയാളോട് തുടരാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ സാധ്യതയുള്ള സഹോദരോട് കൂടി ഇല്ല ഇതാലും ഫി ജഹിരിയത്തിൻ, ഇയാൾക്ക് ശരിക്ക് ഫാത്തിഹ ഓതാൻ അറിയോ ഇല്ലേ എന്നുള്ളൊരു സംശയം ആദ്യം തന്നെ ഉണ്ട്. അതോടുകൂടി ഉറക്കോതുന്ന ഉദാഹരണം സുബിയോ മഗ്രിബോ ഇശാഓ പോലത്തെ നിസ്കാരം ആണ് നിസ്കരിക്കുന്നത്, ഇയാൾ ഫാത്തിഹ പതുക്കെ ഓതുന്നത്, അപ്പൊ അവിടെ പറ്റൂല. കാരണം ആദ്യം തന്നെ ഇയാൾ ഉമ്മിയാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു ചെറിയ സാധ്യത നിലക്കുന്നുണ്ട്. അതോടുകൂടി ഉറക്കോതേണ്ട നിസ്കാരത്തിൽ ഇയാൾ പതുക്കോതുമ്പോൾ ഇയാൾക്ക് ശരിക്കും ഓതാൻ കിട്ടൂല എന്ന സംശയത്തെ ബലപ്പെടുത്തും. ആ സാഹചര്യത്തിൽ തുടരാൻ പാടില്ല. അങ്ങനെ തോന്നിയാൽ പിന്നെ അവിടെ പക്ഷേ മുഫാറഖത്തുഹു, അങ്ങനത്തെ സാഹചര്യത്തിൽ വിട്ടുപിരിഞ്ഞാൽ മതി. ഇതുവരെ പറഞ്ഞോടത്ത് വിട്ടുപിരിയുന്ന പ്രശ്നം പറ്റൂല. നിസ്കാരം തന്നെ ചെയ്യാവില്ല, രണ്ടാമത് തലക്ക് നിസ്കരിക്കണം എന്നാ പറഞ്ഞ്. ഇവിടെ തുടരാൻ പറ്റുന്ന ആളാണ്. കാരണം ഇയാൾ ഉമ്മിയാണെന്ന് അറിയില്ല, സാധ്യത നിലക്കുന്നു എന്നുള്ളൂ. ഏതായാലും ഉമ്മിയാണെന്ന് അറിയാത്തത് കൂടെ അയാളോട് തുടർന്നു. പക്ഷേ വജ്ജത്ത് കഴിഞ്ഞ് ഇയാളെ ഫാത്തിഹ കേൾക്കുന്നില്ല, സൂറത്ത് കേൾക്കുന്നില്ല. അപ്പം മനസ്സിലായി ഇയാൾ ആദ്യം തന്നെ ഒരു കാക്കയാണ്, ഓതാൻ അറിയുമെന്നൊരു സംശയമുണ്ട്. കൂട്ടത്തിൽ ഇയാളോട്ട് ഉറക്കം ഓതണമില്ല. അപ്പോ ഉടനെ ഇമാമുമായിട്ട് വിട്ടുപിരിയേണ്ടി വരും. ഫൈനിസ്തമറ, അതേ സമയത്ത് ഈ സാഹചര്യത്തിൽ തുടർന്ന ആള് വിട്ടുപിരിയാതെ തുടർന്നുകൊണ്ട് തന്നെ നിലനിന്നു. ജാഹിലൻ അയാൾക്ക് അറിയാത്ത കൊണ്ട് നിന്നതാ. ഏതുവരെ ഹത്താ സല്ലമ, ഈ ഇമാമ് സലാം വീട്ടുന്നത് വരെ, നിസ്കരിച്ച് കഴിയുന്നത് വരെ അയാളെ കൂടെ തന്നെ പോയി. ഇയാളെ പറ്റി ആദ്യം തന്നെ ചെറിയ സാധ്യത ഉണ്ട് ഉമ്മിയാവാൻ. അതോടുകൂടി ഉറക്കോതുന്ന നിസ്കാരത്തിൽ ഇയാളോട്ട് ഉറക്കം ഓതിയിട്ടുമില്ല. എന്നിട്ട് വിട്ടുപിരിയാതെ നിന്നാൽ ലസിമത്തുല്യാകത്തു, അപ്പൊ മടക്കി നിസ്കരിക്കണം, ആ നിസ്കാരം ചെയ്യല്ല. അപ്പൊ ഇങ്ങനെ സംശയം തോന്നി ആദ്യം തന്നെ സാധ്യത ഉണ്ട്. അതോടുകൂടി സാഹചര്യം ഈ സംശയത്തെ ബലപ്പെടുത്തുകയും കൂടി ചെയ്താൽ ഉടനെ വിട്ടുപിരിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വിട്ടുപിരിയാതെ മുന്നോട്ട് പോയാൽ നിസ്കാരം സഹിയാവൂല. അപ്പൊ രണ്ടാമത് മടക്കി നിസ്കരിക്കണം. പക്ഷേ എപ്പോഴും മടക്കി നിസ്കരിക്കണം എന്നല്ല. മാലം യതബയ്യൻ അന്നഹു ഖാരിഉൻ, അയാള് ശരിക്ക് തെറ്റില്ലാതെ ഫാത്തിഹ ഓതാൻ അറിയുന്ന ആളാണെന്ന് വ്യക്തമാകാതിരുന്നാലേ മടക്കി നിസ്കരിക്കേണ്ടതുള്ളൂ. അതേ സമയത്ത് ഇയാള് ശരിക്ക് ഫാത്തിഹ ഓതാൻ അറിയുന്ന ആളാണെന്ന് തിരിഞ്ഞു. എങ്ങനെ? നിസ്കരിച്ച് കഴിഞ്ഞ് ഉടനെ ഇയാൾ എന്തുണ്ട്, ഫാത്തിഹ ഓതുന്നുണ്ട്. ഫാത്തിഹ ഓതുന്ന കേട്ട് നോക്കുമ്പോ നല്ല ഓത്ത, ഒരു കുഴപ്പമില്ല. അപ്പൊ നാ നിസ്കാരത്തിൽ ഓതി ഓക്കെയാണ്. ഇങ്ങനെ ഉമ്മിയല്ല ഇയാള് ശരിക്കുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മടക്കേണ്ടതില്ല. അല്ലാത്തയിടത്തോളം കാര്യമല്ല ഉമ്മിയാണെന്ന് ബോധ്യപ്പെട്ടാലും മടക്കണം, രണ്ടും ബോധ്യപ്പെടാതിരുന്നാലും മടക്കണം എന്നർത്ഥം. ഇനി ഫാത്തിഹ ശരിയായ രീതിയിൽ ഓതാൻ അറിയാത്തവനായ ഉമ്മി, ആ ഉമ്മിയിനോട് തുടരൽ പറ്റൂല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അതെവിടെയാ? വമഹല്ലു അദ്മി സുഹത്തിൽ ഇഖ്തിദാഇ ബിൽ ഉമ്മി, ഫാത്തിഹ ശരിക്ക് ഓതാൻ അറിയാത്തവനോട് തുടർച്ച സഹിയാവുകയില്ല എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഇല്ലം യസ്തവിൽ ഇമാമു വൽ മൗമൂമു, ഇമാമും മൗമൂമും തുല്യമാകാത്തപ്പോഴാണ്. ഫിൽ ഹർഫിൽ മഅജൂസി അൻഹു, ശരിക്കുച്ചരിക്കാൻ കഴിയാത്ത അക്ഷരത്തിന്റെ വിഷയത്തിൽ രണ്ടാളും ഒരു പോലത്തെ ആളാ. രണ്ടാൾക്കും റാ ഉച്ചരിക്കാൻ കഴിയില്ല.
അല്ലെങ്കിൽ രണ്ടാൾക്കും അയിൻ ഉച്ചരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ രണ്ടാൾക്കും ഫാ ഉച്ചരിക്കാൻ കഴിയില്ല, എന്നാ പിന്നെ തുടർന്ന് ചക്കിക്കൊത്ത ശങ്കരനോ രണ്ടും കുഴപ്പമില്ല, അങ്ങനെയാണ് പോയിക്കോട്ടെ വെച്ചാൽ. രണ്ടും ഒരുപോലത്തെ ആളാണെങ്കിൽ കുഴപ്പമില്ല. ഒരുപോലത്തെ ആളാണ് ഒരേ അക്ഷരം രണ്ടാൾക്കും ചിരിക്കാൻ കഴിയുക, എന്നാ പിന്നെ രണ്ടും കണക്ക് തന്നെ തുടരാം. അതേ സമയത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ പറ്റൂല. അതെങ്ങനെ വ്യത്യാസത്തിന്റെ ഓരം? ഹസനഹുൽ മൗമൂമിന് ശരിക്കും ഓതാൻ അറിയും, ഇമാമിനെ അറിയില്ല, എന്നാ തുടരാൻ പറ്റൂല. ഔ ഹസന കുല്ലു മിൻഹുമാ ഗൈറ മാ ഹസനഹുൽ ആഖറു. ഒരാൾക്ക് പറയാൻ പറ്റുന്നത് മറ്റേയാൾക്ക് പറ്റൂല, മറ്റേയാൾക്ക് പറ്റുന്നത് ഇയാൾക്ക് പറ്റൂല. ഒരാൾക്ക് റാ ഉച്ചരിക്കാൻ വയ്യ, ഒരാൾക്ക് ഒയിൻ ഉച്ചരിക്കാൻ വയ്യ, എന്നാ തുടരാൻ പാടില്ല. അതേസമയത്ത് രണ്ടാൾക്കും ഉച്ചരിക്കാൻ വയ്യാത്തത് റാ ആണ്, കുഴപ്പമില്ല. രണ്ടാൾക്കും ഉച്ചരിക്കാൻ പറ്റാത്തത് ഐനാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ രണ്ടാൾക്കും ഒരേ അക്ഷരമാണ് ഉച്ചരിക്കാൻ പറ്റാത്തതെങ്കിൽ തുടരാം. ഒരാൾക്ക് ഉച്ചരിക്കാൻ പറ്റുന്ന അക്ഷരം വേറെ, മറ്റേയാൾക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത അക്ഷരം വേറെ, എന്നാ തുടരാൻ പറ്റൂല. ഇനി മൗമൂമിന് ശരിക്കല്ല ഉച്ചരിക്കാൻ പറ്റും, ഇമാമിന് ഉച്ചരിക്കാൻ പറ്റൂല, എന്നാലും തുടരാൻ പറ്റൂല. അത്ര വമിൻഹു അറത്തു. ഈ വമിൻഹു എന്ന് പറഞ്ഞ ഈ ഉമ്മിയ് ഫാത്തിഹ ശരിക്ക് ഓതാൻ അറിയാത്ത ഉമ്മിയിന്റെ പട്ടികയിൽ പെടും അറത്തു. അറത്തു എന്ന് പറയുന്ന രോഗമുള്ള ആള്. എന്താണ് രോഗം? അതായത് ഇയാള് യുദ്ധമോ അക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്യും, ചേർത്ത് ശബ്ദാക്കും. ഫീ ഗൈരി മഹല്ലിഹി, യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് ഇദ്ഗാം ചെയ്യേണ്ട സ്ഥലത്ത് അല്ലാതെ. അതെന്നെ എങ്ങനെ? ബി ഇബ്ദാലിൻ, ഒരക്ഷരത്തെ മറിച്ച് മറ്റൊരക്ഷരമാക്കി ഇദ്ഗാം ചെയ്യും. ഉദാഹരണം, ഇയ്യാക നസ്തഈൻ എന്ന് ഓതണ്ടോടത്ത് ഇയ്യാക നസ്തഈൻ ഓതുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ നസ്തഈൻ എന്നതിലുള്ള സീനിനെ മറിച്ച് താക്കി നിലവിലുള്ള തായിൽ ഇദ്ഗാം ചെയ്യുന്നു. അവിടെ ഇദ്ഗാമിന്റെ സ്ഥാനത്ത് അല്ലാതെ ഇദ്ഗാം ചെയ്തു എന്ന് മാത്രമല്ല കേസ്, മറിച്ച് അക്ഷരം തന്നെ മാറ്റി സീനിനെ മാറ്റി താക്കി നത്തഈൻ ഓതിയ. നസ്തഈൻ എന്നോർത്ത സീനിനെ താക്കിയിട്ട് നിലവിലുള്ള തായിൽ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുന്നത് ഒരു ഉദാഹരണം. നത്തഈൻ ഓതും പോലെ. ഇവനാണ് അറത്തു. അവൻ ഉമ്മിയാണ്, അവനോട് തുടരാൻ പറ്റൂല. അതേ സമയത്ത് രണ്ടക്ഷരം ഒരേ അക്ഷരം തന്നെയാണ്, പക്ഷെ അവിടെ ഇദ്ഗാം ചെയ്യേണ്ട സ്ഥലം അല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇദ്ഗാം ചെയ്താൽ തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അൽസർ എന്ന രോഗമുള്ളവനും ഉമ്മിയാണ്. അതാരാ? യുബ്ദിലു ഹർഫൻ ബി ആഖറ, ഒരക്ഷരത്തെ മറിച്ച് വേറൊരക്ഷരമായിട്ട് ഓതുന്നു. അർ-റഹ്മാനി എന്ന് ഓതണ്ടോർത്ത് ഇയാൾ ഓത് എന്തായാലും റഹ്മാനീന, റാവിനെ മറിച്ചിട്ട് വൈനാക്കുക. ഓൻ അൽസക, അയാളോടൊന്നും ഇടാൻ പറ്റില്ല, കാരണം അക്ഷരം മാറുകയാണ്. ഇങ്ങനെ അറത്തു അക്ഷരത്തെ മാറ്റിമറിച്ച് അസ്ഥാനത്ത് ഇദ്ഗാം ചെയ്യുന്നവനും ഒരു അക്ഷരത്തെ മറ്റൊന്നാക്കി മാറ്റി ഉച്ചരിക്കുന്നവനും രണ്ടാളും ഉമ്മിയാണ്. ഫൈനംകനോ, ഇങ്ങനെയുള്ള ഈ ഉമ്മിയിന് സാധിക്കുമെങ്കിൽ അത്താലുമു പഠിക്കാൻ കഴിയും. ഇയാൾ പോകാഞ്ഞിട്ടാണ്, അല്ലാതെ പ്രകൃതിപരമായ തകരാറൊന്നുമില്ല. ഉസ്താദന്മാരെ കിട്ടാനുണ്ട്, ഇവൻ പോകാഞ്ഞിട്ടാണ്. എന്നിട്ട് പോലെ മെത്താനല്ലേ മോൻ പഠിച്ചില്ല. എന്നാലും സ്വലാത്ത് അവന്റെ തന്നെ നിസ്കാരം ചെയ്യാവൂല. അതായത് പഠിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടുമല്ല, ഇവൻ ബോധപൂർവം പഠിക്കാതിരുന്നിട്ടാണ് ശരിക്കും ഉച്ചരിക്കാൻ കഴിയാത്തതെങ്കിൽ അയാളെ നിസ്കാരം തന്നെ സഹിയല്ല, തുടരുന്നിട്ടല്ലേ. ഇല്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പഠിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആരും ആ നാട്ടിൽ എവിടെയും ഇല്ല എങ്കിൽ സ്വഹത്ത് അയാൾ നിസ്കാരം സയ്യാവും. കാരണം അയാളടുത്ത് വീഴ്ചയില്ലല്ലോ, അതുകൊണ്ട് സയ്യാവും. ഏതുപോലെ അയാള് അങ്ങനെയുള്ള വേറൊരു ഉമ്മീനോട് തുടരലും അങ്ങനെ തന്നെ സഹിയാവും. ഇയാളെടുക്കൽ വീഴ്ചയൊന്നുമില്ല. എന്തുകൊണ്ട്?
ഒന്നിരിക്കൽ പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, അതല്ലെങ്കിൽ എത്ര പഠിച്ചാലും പഠിക്കാൻ പറ്റാത്ത പ്രകൃതിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അയാൾ നമസ്കാരം ചെയ്യാവും എന്ന് മാത്രമല്ല അയാളെ പോലെയുള്ള മറ്റൊരു ഉമ്മീനോട് തുടരലും ചെയ്യാം. ഇനി അതിന്റെ തുടർച്ചയായി മറ്റു ചില കാര്യങ്ങൾ. വകുരിയ കറാഹത്താക്കപ്പെടും ഇഖ്തിദാഉൻ തുടരൽ ബിനഹ്വി തഅഇൻ പോലെയുള്ളവര്, അതൊക്കെ ഈ ഉച്ചാരണ വൈകല്യങ്ങളാ. എന്ന് പറഞ്ഞോളൂ, താഴ് പറയുമ്പോ ഇയാൾക്ക് ഒരു വിക്കാണ്. ഈ വിക്ക് കാരണം ബാക്കി അക്ഷരങ്ങളിലൊന്നുമില്ല, താവിന് മാത്രം വിക്ക്. അപ്പൊ നസ്തഈ എന്ന് പറയുന്നോടത്ത് 2-3 താ പറഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. അത് മനഃപൂർവ്വമല്ല, വിക്കാണ്. ശരിക്കും ഉച്ചരിക്കുന്നതിന് മഹ്റജ് കയറാറൊന്നും അല്ല, ആവർത്തനം വരികയാണ്. അവിടെ കറാഹത്ത് വരും. ഫാ ആവർത്തിക്കുന്നവൻ, ഫാ ആവർത്തിക്കാൻ ഇപ്പൊ ഫാത്തിഹയിലല്ല, ഫാത്തിഹയിൽ ഫാ ഉണ്ടാ? ഫാത്തിഹയിൽ ഫാ ഇല്ല എന്നാണ്. അപ്പൊ ഫാത്തിഹ ആയിക്കോണമെന്നില്ല, ഫാത്തിഹ അല്ലാത്തോടത്ത് ഫാ ആവർത്തിക്കുന്നവന് ഫൗഫാഗ് എന്ന് പറയും. അതുപോലെ തന്നെ ലാഹിനിൻ ബിമാ ലാ യുഗയ്യിറു മഅനൻ, അർത്ഥം മാറ്റാത്ത നിലക്കുള്ള ഉച്ചാരണ തെറ്റ് വരുത്തുന്നവൻ. ഹർക്കത്തുകളിലുള്ള തെറ്റിനാണ് ലഹനി എന്ന് പറയാം. ആ അക്ഷരത്തിന്റെ ഹർക്കത്തുകളെ തെറ്റിച്ചുച്ചരിക്കുന്നു, എന്നാൽ അർത്ഥം മാറാത്ത രീതിയിലാണെങ്കിൽ അയാളോട് തുടരൽ കറാഹത്ത്. അർത്ഥം മാറിയ പിന്നെ ഉമ്മീനെ പോലെ തന്നെയായല്ലോ. ഇതുപോലെ അൽഹംദുലില്ലാഹി എന്ന് പറയേണ്ടോടത്ത് ഇയാൾ ഓതുന്ന അൽഹംദുലില്ലാഹൂന്ന ജാറു മർഫൂഅത്ത. അതുകൊണ്ട് അർത്ഥമൊന്നും മാറൂല. വ്യാകരണ നിയമപ്രകാരം അവിടെ കസ്ർ ചെയ്യേണ്ട ജറിന്റെ സ്ഥലമാണ്, അവിടെ ലൊമ്മ് ചെയ്യാൻ പാടില്ല. പക്ഷെ ലൊമ്മ് ചെയ്തതുകൊണ്ട് പുതിയ ഒരു അർത്ഥമൊന്നും കിട്ടൂല. ലില്ലാഹി എന്ന് പറഞ്ഞ അർത്ഥമല്ലാത്ത വേറൊരു അർത്ഥമൊന്നും ലില്ലാഹു കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു എന്ന് ലൊമ്മ് കൊണ്ടുച്ചിരിക്കേണ്ടടുത്ത് ഇയാള് പേച്ചിട്ട് ഇയ്യാക നഅ്ബുദാന്നാ പറയുന്നത്. അത് തെറ്റാണ്, ഉച്ചാരണത്തിൽ തെറ്റന്നെ, പക്ഷേ പുതിയൊരു അർത്ഥം വരൂല. അതുകൊണ്ട് അയാളോട് തുടരൽ കറാഹത്താണ്. ഇങ്ങനെ അർത്ഥം മാറാത്ത തരത്തിൽ പിഴ ഉച്ചരിക്കുന്ന, ഹർക്കത്ത് തെറ്റി ഉച്ചരിക്കുന്ന ആളോട് തുടരലും കറാഹത്താണ്. അപ്പൊ എന്നാൽ ഫഇന്നഹന, ഈ ഇമാമ് പിഴ ഉച്ചരിച്ചു, ലനൻ യുഗയ്യിറുൽ മാന, അർത്ഥത്തിന് പകർച്ച വരുത്തുന്ന നിലക്കുള്ള ഹർക്കത്തിന്റെ തെറ്റ്. അക്ഷരത്തിന്റെ ഹർക്കത്ത് തെറ്റിയാൽ തന്നെ അർത്ഥം മാറുന്നുണ്ട്. ആ നിലക്കുള്ള തെറ്റാണോ എങ്കിലോ അത് തന്നെ ഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹയിലാവുകയും ചെയ്തു. ഇതുപോലെ കഫ് അൻഅംതി അല്ലെങ്കിൽ അൻഅംതു ബികസിരിൻ എന്ന താവിന് കെസറ് കൊണ്ടോ ഔ ലൊമ്മിൻ അല്ലെങ്കിൽ താവിന് ലൊമ്മ് കൊണ്ടോ പറഞ്ഞു ഫാത്തിഹയിലാണ് താനും. എന്താ അൻഅംത എന്നത് പുല്ലിംഗമാണ്, അഭിമുഖമായി സംസാരിക്കുന്ന പുല്ലിംഗവചനമാണ്. അൻഅംതി എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാകും. അപ്പൊ അള്ളാഹുവിനോട് അഭിസംബോധന ചെയ്യാം നമ്മള്. സറാത്തുല്ലദീന അൻഅംത, അള്ളാഹുവേ നീ നിഅമത്ത് ചെയ്ത മഹാത്മാക്കളുടെ വഴിയിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തിത്തരേണമേ എന്ന്. അപ്പൊ അൻഅംത എന്ന് അള്ളാഹുവിനോട് സംബോധന ചെയ്യുമ്പോൾ പുല്ലിംഗമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അൻഅംതി എന്നാവുമ്പോൾ ഒരു സ്ത്രീയോട് അഭിസംബോധന ചെയ്യുന്ന വാക്കായി മാറി, അപ്പൊ ഒരു ദേവിയായി പോയി. അത് പാടില്ല. അല്ലെങ്കിൽ അൻഅംതു എന്ന് പറഞ്ഞ് അതെന്തായി വർത്തമാന വാക്യമായി കഴിഞ്ഞു, താൻ പറയുന്നതായിട്ട് വന്നു, ഞാൻ അനുഗ്രഹം ചെയ്ത ആള് എന്ന്. ഇങ്ങനെ താവിന് വമ്പ് ചെയ്യുമ്പോൾ ഞാൻ എന്നർത്ഥം വരികയും താവിന് കസറ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയോട് നീ എന്ന് പറയുന്ന അർത്ഥം വരികയും ചെയ്യുന്ന അർത്ഥവ്യത്യാസം വരുന്ന നിലക്ക് അവിടെ സംഗതി ഒരു ഫത്ഹ് അല്ലെങ്കിൽ ഒരു കസറ് മാറി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അർത്ഥവ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ അബുത്വല സ്വലാത്തമൻ, ആ പേവ് ഒരു നിസ്കരിക്കാരന്റെ നിസ്കാരത്തെ തന്നെ ബാത്തിലാക്കും. എങ്ങനത്തെ നിസ്കാരക്കാരനാണ്? അംകനഹു താല്ലുമോ വലമെത്താല്യം, പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ട് പഠിക്കാത്ത ആളാണെങ്കിൽ അയാളുടെ നിസ്കാരം തന്നെ സഹീഹ് അല്ല. നേരത്തെ പറഞ്ഞേക്ക്.
എന്തുകൊണ്ടില്ലേ ഖുർആനിൻ, ഈ അർത്ഥം മാറുന്ന നിരക്ക് അൻഅംതി എന്നോ അൻഅംതു എന്നൊക്കെ പറയുമ്പോൾ അത് ഖുർആൻ തന്നെ അല്ലാതെയായി മാറുന്നു. ഖുർആൻ അല്ലാത്തൊന്ന് മനഃപൂർവ്വം നിസ്കാരത്തിൽ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുമല്ലോ. അതാണ്. അപ്പൊ ഈ നിസ്കാരം ബാത്തിലാവുന്നല്ലോ, പക്ഷെ അവിടെ സ്ഥിരമാക്കി വേണം. ഇൻ വാക്കൽ വഖ്തു, സമയം ഖള ആകാൻ അടുത്തായി. ഇനിയിപ്പോ പഠിച്ചുകാണ്ട് തെറ്റ് തീർക്കാൻ കഴിയില്ല. എന്നാ പിന്നെ സ്വല്ലാലി ഹുർമത്തി, വഖത്തിന്റെ ആദരവിന് വേണ്ടി തൽക്കാലം നിസ്കരിക്കണം. പിന്നെ വാദ, ശരിക്കും പഠിച്ചതിന് ശേഷം അത് മടക്കുകയും വേണം. ലി തഖ്സീരി, കാരണം സൗകര്യമുണ്ടായിട്ട് പഠിക്കാതിരിക്കുക എന്നത് തന്റെ അടുക്കൽ വീഴ്ചയായതുകൊണ്ട്, ഈ വീഴ്ചയുള്ളത് കൊണ്ട് ശരിക്കും പഠിച്ചിട്ട് ഇത് ഖളാ വീട്ടണം എന്ന്. അതോടുകൂടി തന്നെ ഇപ്പൊ തൽക്കാലം അവന്റെ വീഴ്ച കൊണ്ട് തെറ്റുപറ്റി അത് പഠിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ഖളാവെന്ന് കണ്ടാൽ, ശൈഖുന ബിൻ ഹൈതമി തങ്ങൾ പറയാണ്, വയൽഹറു, അതോടുകൂടി ഇവിടെ വളരെ വ്യക്തമാണ്, അന്നഹു, ഈ വ്യക്തി, ഈ അർത്ഥം വ്യത്യാസപ്പെടുത്തിയല്ലാതെ ഓതാൻ പറ്റാത്ത ഈ വ്യക്തി, ലായത്തി ബിതിൽക്കൽ കലിമത്തി, ആ തെറ്റായ കെലിമത്ത് ഓതണ്ട, ബാക്കി ഓതിയാ മതി, അതോനറിയെങ്കിൽ. എന്തുകൊണ്ടില്ല, അന്നഹു, ഈ തെറ്റായി അർത്ഥം കിട്ടുന്ന ഈ കലിമത്ത് വയറു ഖുർആനിൻ ഖത്തൻ ഖുർആനല്ലെന്ന് ഉറപ്പാണല്ലോ, അത് പറയണ്ട, ബാക്കിയുള്ള ഓതിയാ മതി. എന്നിട്ട് പിന്നെ ഖളാ മടക്കുകയും വേണം. അതുകൊണ്ട് വലം തതവഖഫ് സിഹത്തു സ്വലാത്തി, നിസ്കാരം സഹിയായത് നിലനിൽക്കുന്നില്ല. ഹീനൈദിൻ, ഇങ്ങനെ അവൻ ഖുർആൻ അല്ലാത്തൊരു കെലിമത്ത് പഠിക്കാൻ സാധ്യതയുണ്ടായിട്ട് പഠിക്കാതെ വന്നതുകൊണ്ട് നിസ്കാരത്തിൽ അവൻ ഓതുമ്പോൾ ഈ കെലിമത്ത് ഖുർആനല്ലെന്ന് വന്നു കഴിഞ്ഞാൽ അത് വേണമെന്നില്ല. എന്നാൽ ആ കെലിമത്തിന്റെ മേൽ നിസ്കാരം സഹിയാവൽ നിലനിൽക്കുന്നില്ല. കാരണം ഖുർആനിന്മേലല്ലോ ഫാത്തിഹയല്ലേ ഓതേണ്ടത്. ഫാത്തിഹയിൽ ഫാത്തിഹ അല്ലാത്ത ഒരു കെലിമത്ത് വന്നാൽ അതോതെങ്കിലേ നിസ്കാരം സഹിയാവൂ എന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് അർത്ഥം വ്യത്യാസപ്പെടുന്ന ആ വാക്ക് ഉച്ചരിക്കാതെയാണ് ഓതേണ്ടത്. എന്നിട്ട് തന്നെ ഇവന്റെ അടുക്കൽ വീഴ്ചയുള്ളതായത് കൊണ്ട് ശരിക്കും പഠിച്ചതിന് ശേഷം രണ്ടാമത് മടക്കി നിസ്കരിക്കുക കൂടി വേണം എന്ന് മാത്രല്ല, ബൽ തഅമ്മുദുഹ, ഖുർആനല്ലാത്ത മറ്റൊരർത്ഥം കിട്ടുന്ന ഒരു അന്യവാക്കിനെ മനഃപൂർവ്വം ഓതല്. വരവും ആദാ, ഇപ്പോനറിയില്ല, ഓന്റെ വീഴ്ച കൊണ്ടിട്ട് പഠിക്കാത്തതാണ്. അങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും ഖുർആൻ അല്ലാത്ത ഒരു കെലിമത്തിനെ മനഃപൂർവ്വം നിസ്കാരത്തിൽ കൊണ്ടുവരൽ മുബത്തിലും, അത് നിസ്കാരത്തിൽ തന്നെ ബാത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് ആ തെറ്റായ അർത്ഥം കൊടുക്കുന്ന വാക്ക് ഓതാതെയാണ് നിസ്കരിക്കേണ്ടത്. ഇന്താ ഷെയ്ഖുനാൻ പറഞ്ഞ ഫാത്തിഹയിലാണെങ്കിൽ ഇനി ഈ അർത്ഥവ്യത്യാസം വരുന്ന പിഴവ് സംഭവിക്കുന്നത് ഫാത്തിഹ അല്ലാത്ത സൂറത്തിലാണ്. എന്നാലോ ഫാത്തിഹ ശരിക്കും ഓതാൻ അറിയും, പക്ഷെ സൂറത്തുകളിൽ ഇങ്ങനെ പിഴവ് വെച്ചുന്നുണ്ട്. എന്നാ സഹത്തു സ്വലാത്തുഹു, അവന്റെ നിസ്കാരം സഹിയാണ്. കാരണം എന്താ, നിസ്കാരം സഹിയാകാൻ ഫാത്തിഹ ഓതലല്ലേ ഷർത്തുള്ളൂ, സൂറത്ത് ഓതൽ തന്നെ സുന്നത്തേ ഉള്ളൂ. അതിൽ മനഃപൂർവ്വമല്ലാതെ ഒരു പിഴവ് പറ്റി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. അന്യ കലാമ് വന്നതുള്ളൂ, മനഃപൂർവ്വമല്ലാതെ കുറഞ്ഞ കലാമ് വന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ലല്ലോ. അതാ തന്നെയല്ല അവൽ ഖുദുവത്തു ബിഹി, അവനോട് മറ്റുള്ളവർക്ക് തുടരുന്നതോടും കുഴപ്പമില്ല. കാരണം നിസ്കാരം ചെയ്യാൻ ഫാത്തിഹ വേണ്ടു, ഫാത്തിഹ ശരിക്കും അയാൾ ഓതുന്നുണ്ട്. ഫാത്തിഹ അല്ലാത്ത സുന്നത്ത് ഉദ്ദേശിച്ച് ഓതിയതാണ്. അതിൽ മനഃപൂർവ്വമല്ലാതെ തെറ്റുപറ്റി അജ്നബിയായ ഒരു കലാമ് വന്ന സ്ഥാനേ ഉള്ളൂ, കുറഞ്ഞതായ ബാത്തിലാവില്ലല്ലോ. പക്ഷേ അവിടെയും മൊത്തത്തിൽ പറഞ്ഞുകൂടാ. ഇല്ലാ ഇതാ ഖദറ, ശരിക്കുച്ചരിക്കാൻ അയാൾക്ക് സാധിക്കും. വരിമ, ഇത് തെറ്റാണെന്ന് അയാൾക്ക് അറിയാം. എന്നിട്ട് തമ്മത മനഃപൂർവ്വം ആണെങ്കിൽ പിന്നെ നിസ്കാരം തന്നെ ബാത്തിലോ. അപ്പൊ അയാളെ നിസ്കാരം ബാത്തിലോ, അയാളെ തുടരാനും പാടില്ല. അങ്ങനെ പിന്നെ ആരും പറയില്ലല്ലോ. ഇത് ശരിക്ക് പറയാൻ കഴിയും. എന്നിട്ട് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തെറ്റുതൽ ഉണ്ടാവൂല. കലാമിനജനബിയും ഇങ്ങനെ ശരിക്കുച്ചരിക്കാൻ അറിയുകയും ശരിയല്ലാതെ ഓതാൻ പാടില്ലെന്നറിയുകയും എന്നിട്ട് മനഃപൂർവ്വം തെറ്റാണെന്ന് ഉച്ചരിക്കുകയും ചെയ്യുമ്പോ അന്യകലാമ് എന്നും അപ്പൊ നിസ്കാരം ബാത്തിലാവും. വഹൈസു ബത്തലത്തു സ്വലാത്തുഹു ഹുന, ഇവിടെ സൂറത്ത് ഫാത്തിഹ അല്ലാത്ത സൂറത്തിൽ
തെറ്റ് പറ്റിയാൽ നിസ്കാരം ബാത്തിലാവുന്ന ഓർത്താ എങ്ങനെ? അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് അയാളോട് തുടരാനും പറ്റൂല. അയാൾക്ക് ശരിക്കും ഓതാൻ അറിയും, ശരിക്കും അല്ലാതെ പേച്ചോതൽ തെറ്റാണെന്ന് പറയും. എന്നിട്ട് മനഃപൂർവ്വം തെറ്റോതിയാൽ അയാൾ നമസ്കാരം ചെയ്യാവൂല, അയാളോട് തുടർന്നാലും ചെയ്യാവൂല. പക്ഷെ ലാക്കിനില്ല ആനിമി ബിഹാരി, ഇയാൾ ശരിക്കും ഓതാൻ അറിയുന്ന ആളാണ്, എന്നിട്ട് മനഃപൂർവ്വമാണ് തെറ്റ് ഓതുന്നത് എന്ന് അറിയണോനാണ് തുടർച്ച പറ്റൂല എന്ന് അറിയുന്നത്. കമാകാലവുൽ മാവർദിയു, ഇമാം മാവർദി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തുടരൽ പറ്റൂല എന്നറിയണ ആർക്കാണ്? ഈ ഇമാമിന്റെ അവസ്ഥ അവൻ അറിയാം, അയാൾക്ക് ശരിക്കും ഖുർആൻ ഓതാൻ അറിയുന്നു. എന്നിട്ട് കൽപ്പിച്ചൂട്ടി മനഃപൂർവ്വം തെറ്റ് ഓതിയതാണെന്ന് അറിഞ്ഞാൽ തുടരാൻ പാടില്ല. ഇനി വേറെ വിഷയം, വഖ്താറ സുബ്കിയു, ഇമാം സുബ്കി തങ്ങൾ മുഖ്താറാക്കിയിരിക്കുന്നു മാ ഒന്നിനെ. ആ ഒന്ന് എന്താണെന്ന് പറയുന്നുണ്ട്. മിനൽ ബുത്തലാനി മുത്തലഖ് എന്ന് പറയും. ആ ഒന്നിനെ ഇഖ്തല്ലാഹു, ആ ഒരു ആശയത്തെ ധ്വനിപ്പിക്കുന്നുണ്ട് ഖൗലുൽ ഇമാമി, ഇമാം ഹറമൈനി തങ്ങളുടെ ഒരു വാക്യം. എന്താണത്? ആ ഇമാം ഹറമൈനി തങ്ങളുടെ വാക്യം, ലൈസ ലിഹാദാ, ഇങ്ങനെ ഫാത്തിഹ അല്ലാത്ത സ്ഥലങ്ങളിൽ തെറ്റോതുന്ന ആൾക്ക് പാടില്ല ഖിറാഅത്തു ഗൈരിൽ ഫാത്തിഹത്തി, ഫാത്തിഹ അല്ലാത്തത് ഓതാൻ പാടില്ല എന്ന് ഇമാം ഹറമൈനി തങ്ങളുടെ ഒരു ഖൗലുണ്ട്. ഈ ഖൗലിന്റെ താല്പര്യം അതാണ് ലിഅന്നഹു, കാരണം എന്താ, ഇയാള് ഫാത്തിഹ അല്ലാത്ത സൂറത്തുകളിൽ അർത്ഥം വ്യത്യാസപ്പെടുന്ന നിലക്കുള്ള തെറ്റോതുന്ന വ്യക്തി യതകല്ലമു ബിമാ ലൈസ ബിഖുർആനിൻ, ഖുർആൻ അല്ലാത്ത ഒരു സംസാരമാണല്ലോ അയാൾ ഇപ്പൊ പറഞ്ഞത്. അത് തന്നെ ബിലാ ദറൂറത്തിൽ നിർബന്ധമില്ലല്ലോ, ഇപ്പൊ അത് സുന്നത്തിലുള്ള സൂറത്ത് ശരിക്കും ഓതൽ തന്നെ. അതേസമയത്ത് ഫാത്തിഹ അങ്ങനെയല്ല, ഫാത്തിഹ ഓതൽ നിസ്കാരം ചെയ്യുകയാണെങ്കിൽ ഫാത്തിഹ ഓതണം, അത് ദറൂറത്താണ്. ഫാത്തിഹ അല്ലാത്തത് ഓതൽ ദറൂറത്തില്ലല്ലോ, സുന്നത്തല്ലേ ഉള്ളൂ. ആ സുന്നത്ത് ശരിയായ ഖുർആൻ ഓതുമ്പോഴല്ലേ ഉള്ളൂ. അപ്പൊ നിർബന്ധിത അവസ്ഥ ഇല്ലാത്തൊരു വ്യക്തി ആയതോടു കൂടി ഖുർആൻ അല്ലാത്ത അന്യ അർത്ഥം കുറിക്കുന്ന ഒരു വാക്കല്ലേ പറയുന്നത്, അതുകൊണ്ട് അയാൾ ഫാത്തിഹ മാത്രമേ ഓതാൻ പാടുള്ളൂ എന്ന ഇമാം ഹറമൈനി തങ്ങളുടെ കലാമിന്റെ ആശയത്തെ, എന്താണ് ആശയം? മിനൽ ബുത്ലാനി മുത്തലഖൻ, അയാള് നിസ്കാരം ബാത്തിലാണ്. ഫാത്തിഹ അല്ലാതെ, ഫാത്തിഹ അല്ലാതെ മറ്റ് സൂറത്തുകൾ ഓതുന്ന സമയത്ത് അർത്ഥവ്യത്യാസം വരുന്ന നിലക്ക് തെറ്റോതുന്ന ആൾക്ക് ഫാത്തിഹ മാത്രമേ ഓതാൻ പാടുള്ളൂ, സൂറത്ത് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ അർത്ഥവ്യത്യാസം വരുന്ന രീതിയിൽ സൂറത്തല്ല ഓതിയാൽ നിസ്കാരം തന്നെ ബാത്തിലാകും എന്ന ആശയമാണ് ഇമാം ഹറമൈനിയുടെ ഖൗല്. ആ ആശയത്തെ ഇമാം സുബ്കി തങ്ങൾ മുഖ്താറാക്കിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ അബദ്ധം ഓതുന്ന ആളുകൾ ഫാത്തിഹ അല്ലാത്തത് ഓതാൻ പാടില്ല. പക്ഷേ അത് മദ്ഹബുൽ മുഅ്തമദല്ല, ഇമാം സുബ്കി തങ്ങളുടെ ആ മുഖ്താർ. ഇനി വലവിഖ്തദ, ഇനി വേറെ വിഷയം പറയുന്നത്. വലവിഖ്തദ, ഒരു വ്യക്തി തുടർന്നു ബിമൻ, ഒരു നിസ്കാരക്കാരനോട്. എങ്ങനത്തെ നിസ്കാരക്കാരനാണ്? വന്നഹു, ഈ നിസ്കാരക്കാരനെ ഈ മൗമൂമാകുന്ന വ്യക്തി ഭാവിച്ചു, ധരിച്ചു. അഹ്ലൽ ഇമാമത്തി, അയാൾ ഇമാമ് നിൽക്കാൻ അർഹതപ്പെട്ട ആളാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടു, അപ്പൊ അയാളെ തുടരാൻ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണ വെച്ച് അയാളോട് പോയി തുടർന്നു. പക്ഷേ ഫബാന, തുടർന്നു കഴിഞ്ഞതിന് ശേഷം വ്യക്തമായി ഖിലാഫു, താൻ ധരിച്ചതിനെതിര് പറഞ്ഞാൽ അയാൾ ഇമാമുക്കാൻ പറ്റാത്ത ആളാണ് എന്ന് പിന്നെ തിരിഞ്ഞു എന്ന്. ഏതുപോലെ ഉദാഹരണം, കഅൻവന്നഹു, ഈ നിസ്കരിക്കുന്ന വ്യക്തിയെ തുടരാൻ വരുന്ന വ്യക്തി ധരിച്ചു കാരിഅൻ, ശരിക്ക് ഫാത്തിഹ ഓതാൻ അറിയുന്ന ആളാണെന്ന് ധരിച്ചു. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം, ഔ ഗൈറ മഅ്മൂമിൻ, അയാൾ മഅ്മൂമൊന്നുമല്ല, ഒന്നിരിക്കലും ഇമാമാണെന്ന് ധരിച്ചു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെന്ന് ധരിച്ചു.
ഔ റജുലൻ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന വ്യക്തി ഒരു പുരുഷനാണെന്ന് ധരിച്ചു. അല്ലെങ്കിൽ പള്ളിക്ക് കയറി ചെന്നപ്പോ ഒരാളുണ്ട് ജോറായ നിക്കാരം, ഔ ആഖിലൻ അയാൾ നല്ല ബുദ്ധിമാനാണെന്ന് ധരിച്ചു. അപ്പൊ എത്ര കോലം പറഞ്ഞു? കാര്യാണെന്ന് ധരിച്ചു, മൗമൂമല്ലെന്ന് ധരിച്ചു, പുരുഷനാണെന്ന് മനസ്സിലാക്കി, ബുദ്ധിയുള്ളവനാണെന്ന് മനസ്സിലാക്കി. ഈ നാല് രീതിയും തുടരാൻ പറ്റുമല്ലോ. പക്ഷെ തുടർന്നതിന് ശേഷം ഫബാന പിന്നീട് വ്യക്തമായി ഉമ്മിയൻ അടോ ഒന്നാമത്തെ വർഷക്ക് ഓതാൻ അറിയുന്ന ആളാണെന്ന് ധരിച്ചാണ് തുടർന്നത്. പക്ഷേ പിന്നീട് ഇയാള് എന്താണെന്ന് മനസ്സിലായി? ഓതാൻ അറിയാത്ത ആളാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഇയാള് മൗമൂമല്ല, ഒരു പക്ഷെ ഇമാമാണെങ്കിൽ ഒറ്റ നിസ്കരിക്കുകയാണെന്ന് ധരിച്ചുകൊണ്ടാ തുടർന്നത്. പക്ഷെ തുടർന്ന് നോക്കുമ്പോൾ മൗമൂമാണ് എന്ന് മനസ്സിലായി. മൗമൂമിനെ തുടരാൻ പറ്റൂലല്ലോ. അവിമ്രഅത്തൻ അല്ല, പുരുഷനാണെന്ന് കരുതിയാണ് തുടർന്നത്. നല്ല പാന്റും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് മുടിയാണെങ്കിൽ നന്നായിട്ട് വെട്ടി, ആൺകുട്ടികളേക്ക് വെട്ടിയും ചെയ്തത് ബേക്കുന്നാണ്. ബേക്കുന്ന് നോക്കുമ്പോ ഇപ്പൊ നെഞ്ഞത്ത് പൊന്തിയൊന്നും കാണൂല്ലല്ലോ. അപ്പൊ പാന്റും കുപ്പായും ഈ മുടിന്റെ ഷേപ്പും ഒക്കെ കണ്ടപ്പം നല്ല ഒരു ആൺകുട്ടിയാണെന്ന് കരുതി അയാളോട് പോയി തുടർന്നു. പിന്നണ്ട് തെക്കുബീർ ഇട്ടു അള്ളാഹു അക്ബർ റുക്കോയ്ക്ക് പോകുമ്പോഴാണ് ഒച്ച കേട്ടിട്ട് ഒരു പെണ്ണിന്റെ വെക്ക്. അപ്പൊ നല്ലോ നോക്കുമ്പോ നെഞ്ഞത്ത് പൊന്തിയിട്ടുമുണ്ട്. സംഗതി ആകെ പ്രശ്നമായി, പെണ്ണാണെന്ന് തിരിഞ്ഞു. ഔ മജ്നൂനൻ അല്ലെങ്കിൽ ആളൊക്കെ നല്ല ഒന്നാം നമ്പർ കാക്കി തന്നെയാണ്, ഓത്തിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ആള് നല്ല മുഴുപ്പിരാന്തനാ. അപ്പൊ ഇയാള് മുമ്പ് നല്ല നിൽക്കാരക്കാരൻ എണീക്കാരോ. അപ്പൊ പിരാന്താവുമ്പോൾ നിൽക്കിച്ചു. പിരാന്താവുമ്പോ പാടണമെങ്കിൽ ആദ്യം പഠിച്ചേക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ആദ്യം പഠിച്ച പിരാന്താവുമ്പോ പാടുന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ തെക്ക് നല്ല നിൽക്കാരക്കാരനാണെങ്കിൽ ചിലപ്പോ പിരാന്താവുമ്പോൾ നിൽക്കിവെക്കും. അപ്പോ കാഴ്ചക്ക് നിസ്കാരത്തിന് തകരാറൊന്നുമില്ല, പക്ഷെ ആള് പിരാന്തനാ, അയാളോട് തൊടാൻ പറ്റൂലല്ലോ. ഇങ്ങനെ ബോധ്യപ്പെട്ട അഥവാ ഒരാള് നിസ്കരിക്കുന്നത് കണ്ടു, അയാള് തുടരാൻ പറ്റുന്ന ഒരു ഇമാമാണെന്ന് ധരിച്ചുകൊണ്ട് അയാളോട് പോയി തുടർന്നതിന് ശേഷം അയാൾ തുടരാൻ പറ്റാത്ത ആളാണെന്ന് ബോധ്യപ്പെട്ടാൽ നിസ്കാരം സഹിയാവൂല. ഇമാമിനെ വിട്ടുപിരിഞ്ഞാ പോരാ, മറിച്ച് ആയത സ്വലാത്ത വുജൂബൻ നിർബന്ധമായും മടക്കി നിസ്കരിച്ചു കൊള്ളണം. കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ മടക്കി നിസ്കരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത് തുടങ്ങണം. എന്തുകൊണ്ട് തഖ്സീരിഹി ഈ തുടർന്ന വ്യക്തി കേൾക്കൽ വീഴ്ചയുണ്ട്. ബിതർക്കിൽ ബഹസി ഫീദാലിക ഈ വിഷയം, അതായത് ഇയാൾ തുടരാൻ പറ്റുന്ന ആളാണോ അല്ലേ എന്ന് അന്വേഷിച്ച് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. അതില്ലാതെ ഓടിച്ചെന്ന് കണ്ടോടത്തൊക്കെ കൊണ്ടുപോയി നിസ്കാരത്തെ തുടർന്നാല് അവന്റെ കേടാണത്. അപ്പോ ഇമാം ആവാൻ പറ്റുന്ന ആളാണെന്ന് ബോധ്യം ഉണ്ടായിട്ട് തുടർന്നാ മതി. എന്നാൽ ലാ ഇൻ ഇഖ്തദാ തുടർന്നാൽ കുഴപ്പമില്ല, ബിമൻ ഒരാളോട് തുടർന്നു. എങ്ങനത്തെ ആളാണ്? വന്നഹു ഈ തുടരുന്ന വ്യക്തി ആ നിസ്കരിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കി. മുത്തഹിറൻ അയാൾ ചെറുതും വലുതുമായ അശുദ്ധി എന്നൊക്കെ ശുദ്ധിയുള്ള ശരിക്ക് നിസ്കരിക്കുന്ന ആളാണെന്ന് ധരിച്ചു. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഫബാന ഇവന് മൗമൂമിന് വ്യക്തമായി ഇമാമ് ദാ ഹദസിൻ അശുദ്ധിക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിയുള്ളവനായിരുന്നു അല്ലെങ്കിൽ വലിയ ശുദ്ധിയുള്ളവനായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായാൽ വലു ഹദസൻ അക്ബറാർന്ന് ചെറുതോ വലുതോ ആട്ടെ അശുദ്ധിക്കാരനാണ് എന്ന് പിന്നെ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി. അതല്ലെങ്കിൽ ഔ ദാ ഖബസിൻ ഖഫിയൻ അവ്യക്തമായ നജസുള്ളവനായിരുന്നു എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ തടിയില്ലാത്ത നജസ്, മൂത്രം മതി പോലത്തെ വസ്തുവായിട്ട് ഉണങ്ങിപ്പോയതാണ്. അതായത് നിറമോ മണമോ രുചിയോ കണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള നജസ്സുള്ള ആളായിരുന്നു ഇമാമ്. ഇയാള് ശരിക്കുള്ള നിസ്കാരക്കാരനാണെന്ന് എഴുതി അയാളോട് തുടർന്നു. നിസ്കാരത്തിന്റെ ഇടയിലോ അല്ലെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ടോ ബോധ്യപ്പെട്ടു ഇയാൾ എന്തുണ്ട്, അവ്യക്തമായ നജസ്സുള്ള ആളായിരുന്നു എന്നോ ഉദൂവോ ഇല്ലാത്ത ആള് അല്ലെങ്കിൽ ജനാപത്തുള്ള ആളായിരുന്നു എന്നോ തിരിഞ്ഞു. വലൂഫി ജുമാറ്റിൻ ഈ പറഞ്ഞ രണ്ടോർത്തിയിലും അശുദ്ധിയുള്ളവനാണെന്ന് ബോധ്യപ്പെട്ടത്, അതല്ലെങ്കിൽ അവ്യക്തമായ നജസ്സുള്ളവരാണ് എന്ന് ബോധ്യപ്പെട്ടത് ജുമാ നിസ്കാരത്തിലാണെങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷെ ജുമായിൽ കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഇൻസാദായി ഇമാമ് കൂടുതലാണെങ്കിലല്ല 40,000 മേലെ എന്ന് പറഞ്ഞാൽ ഇമാം അല്ലാതെ തന്നെ 40 ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു ജുമായിലുള്ള ഇമാമാണ്. ജുമാ കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞു ഇമാമിന് ജനാമത്തുണ്ടായിരുന്നു എന്ന്
അല്ലെങ്കിൽ ഇമാമിന് വുദു ഇല്ലായിരുന്നു എന്ന്, അതല്ലെങ്കിൽ ഇമാമിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഹുക്കുമിയായ നജസ്, അതായത് നിറവും മണവും രുചിയൊന്നും ഇല്ലാത്ത നജസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. എന്നാൽ കുഴപ്പമില്ല, ഫലാതജിബുല്യാദത്തു, അവിടെ മടക്കിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന സംഗതി അല്ലത്. അതുകൊണ്ട് വൈകാനൽ ഇമാമോ ആരിമൻ, യഥാർത്ഥത്തിൽ ഇമാമ് കൽപ്പിച്ചുകൂട്ടിയാണ്. ഇമാമിനറിയാം ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ നജസുണ്ട്, അത് അറിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു തന്നെയാണ്. അതല്ലെങ്കിൽ ഇമാമിനറിയാം വുദു ഇല്ലാന്ന്, അല്ലെങ്കിൽ ജനാപത്തുണ്ട് എന്ന്, അതോടുകൂടി നിസ്കരിക്കുകയാണ്. എന്നാലും മൗമൂമിങ്ങൾ കുറ്റക്കാരല്ല, ബാഹ്യമായ ആൾ നിസ്കാരത്തിന് കുഴപ്പമൊന്നും ഇല്ലാത്ത ആളാണ്, നോക്കിയാൽ കാണുന്ന ഒരു വൈകല്യവും ഇല്ല, ആ നിലക്ക് തുടർന്നു. എന്നാൽ മൗമൂമിങ്ങളുടെ നിസ്കാരം ബാത്തിലാവും. 40-ലധികം ആളുണ്ട്, ഇമാം അല്ലാതെ തന്നെ 40 ആള് ശരിയായവരുണ്ടെങ്കിൽ ജുമായും ശരിയാവും. എന്താ അതിന്റെ കാരണം? മൗമൂമിന്റെ അടുക്കൽ വീഴ്ചയില്ല. കാരണം എന്താ, അന്വേഷിച്ചാൽ കാണാൻ പറ്റുന്നതാണെങ്കിൽ അവൻ അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ ഇത് അന്വേഷിച്ചാൽ കാണാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് അവിടെ വീഴ്ചയില്ല എന്നതുകൊണ്ട് മൗമൂമിന് കുഴപ്പമില്ല, അയാൾക്ക് സഹിയാകും. ആ വീഴ്ചയില്ല എന്നറിയാൻ കാരണം ഇതിൽ അമാറത്തലഹിമ, ഒരാൾക്ക് ഉദുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ കാണുന്ന അടയാളമല്ല അമാറത്ത് കാണുന്നതാ. അതുപോലെ തന്നെ ജനാപത്തുള്ള ആളാണോ അല്ലേന്ന് അറിയാൻ അടയാളമില്ല. അതുപോലെ നിറവും മണവും രുചിയും ഇല്ലാത്ത നജസായത് കൊണ്ട് അത് മനസ്സിലാക്കാനുള്ള അടയാളമില്ല. അതുകൊണ്ട് ഇവൻ അന്വേഷിച്ചാൽ കണ്ടെത്താൻ വഴിയില്ലാത്തത് കൊണ്ട് അവിടെ വീഴ്ചയുണ്ടെന്ന് പറയാൻ കഴിയില്ല. വമിൻ സമ്മ, ഇയാളടുക്കൽ വീഴ്ചയില്ല എന്ന കാരണം കൊണ്ട് തന്നെ ഹസനലഹു, ഈ മൗമൂമിന് കിട്ടിയത് ഫദലുൽ ജമാഅത്തിന്റെ ശ്രേഷ്ഠതയും കിട്ടും, 27 ദർജ കിട്ടും, ജുമാന്റെ ഫർദും വീടും ഒക്കെ കിട്ടും. അത് കാരണം എന്താ, അയാളടുക്കൽ വീഴ്ചയില്ല എന്നാണ് അതിന്റെ കാരണം. അതേ സമയത്ത് അമ്മ ഇതാ ബാന, ഈ ഇമാമിനെ പറ്റി വ്യക്തമായി വാഹിരിൻ, പ്രത്യക്ഷമായ നജസ്സുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ, പ്രത്യക്ഷമായ നജസ് ഞാനപ്പോ നോക്കിയാൽ കണ്ടു എന്നല്ല, കാണാൻ പറ്റുന്ന നിലക്ക് നിറമോ മണമോ രുചിയോ ഉള്ള നജസ് ഉണ്ടായിരുന്നു ഇമാമിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ എന്ന് വ്യക്തമായാൽ ഫിൽസമുൽ ആദത്തു, മടക്കി നിസ്കരിക്കൽ നിർബന്ധം തന്നെ മൗമൂമിനെ. പക്ഷെ ഏത് മൗമൂമിനെ വെച്ചാൽ വൈരില്ലായ്മ, കണ്ണുപൊട്ടലല്ലാത്ത മൗമൂമിന്റെ മേൽ. കണ്ണോട്ടം നോക്കിയാൽ കാണൂലല്ലോ, അയാൾക്ക് എഴുതുന്നുണ്ട്. കാഴ്ച ഉള്ളവൻ ഓനിപ്പോ നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ല, നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു വീഴ്ച അവന്റെ അടുക്കലുണ്ട് എന്നാണ് വെക്കുക. കാരണം ഈ തക്സീരിഹി, അവന്റെ അടുക്കൽ ഒരു വീഴ്ച ഉണ്ട് എന്നാണ് വെപ്പ്. എന്നാ ഏതാണ് ഇപ്പൊ ഈ ലാഹിറായ വസ്ത്രത്തിന്റെ പ്രത്യക്ഷത്തിലുള്ളത് എന്ന്? അതൊരു ശരിയായ വ്യാഖ്യാനല്ലട്ട. അങ്ങനെ ഒരു അഭിപ്രായം എന്നുള്ളൂ. ശരിക്കും ഒരു മോശമതായ അഭിപ്രായം, വാഹിറായ നജസ് എന്ന് പറഞ്ഞാൽ നിറം, മണം, രുചി എന്നിവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഉള്ള നജസ്. അതായത് അതിന് ചില ഇമാമിങ്ങൾ പറഞ്ഞത് നോക്കിയാൽ കാണാനോ വാസന ചോക്കിയാൽ മടക്കാനോ അതല്ലെങ്കിൽ വായിൽ വെച്ച് നോക്കിയാൽ രുചിക്കാനോ പറ്റുന്ന തരത്തിലുള്ള നജസ്, അഥവാ തടിയുള്ള ഐനിയായ നജസ്. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. അല്ലാതെ വസ്ത്രത്തിന്റെ വാഹിറിലുള്ളത് എന്ന് പറഞ്ഞത് ശരിയല്ല. സംഗതി ഇമാമിന്റെയും മൗമൂമിന്റെയും ഇടയിൽ മറയുണ്ട് എന്ന് പറഞ്ഞാൽ ഇമാമ് വളരെ മുന്നിലാണ്, ഈ മൗമൂം വേഗത്തിലാണ് വന്നത്. അപ്പൊ നോക്കിയാൽ കാണുന്നതിന് തടസ്സമുണ്ട്, എന്നാലും ഇവന്റെ അടുക്കൽ വീഴ്ചയുണ്ട് എന്നതുകൊണ്ട് നിസ്കാരം എന്തുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണല്ലോ എന്നതുകൊണ്ട്. ആണോ ഇനി വല്ല ഔജുഹു, ഇപ്പൊ നമ്മൾ പറഞ്ഞ വസ്ത്രത്തിന്റെ പ്രത്യക്ഷത്തിലുള്ളത് എന്നാ, അത് മറ്റമതല്ല. അതിൽ ബലപ്പെട്ടത് ഫീ വബുത്തിഹി, പ്രത്യക്ഷമായ നജസ് എന്ന് പറഞ്ഞതിനെ നിർണയിക്കുന്നതിൽ ബലപ്പെട്ടത് അയ്യക്കൂന, ഈ നജസാവലാണ്. ബിഹൈസു ലൗ തഅമ്മലഹുൽ മൗമൂമു, മൗമൂമ് ശരിക്ക് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ആഹു കാണാൻ പറ്റും. ഇപ്പൊ കണ്ടോ കണ്ടില്ലേ, പുറത്താണോ അല്ലേ എന്നല്ല. ഉദാഹരണം, ഇമാമിന്റെ അടിവസ്ത്രത്തിൽ എന്തുണ്ടായിരുന്നു, ചോര ഉണ്ടായിരുന്നു കുറെ, അല്ലെങ്കിൽ അടിവസ്ത്രത്തിൽ മൂത്രവും മലമോ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കിയാൽ കാണൂലല്ലോ അടിവസ്ത്രത്തിലായതുകൊണ്ട്, പക്ഷേ നോക്കിയാൽ കാണാവുന്ന നിലക്കാണല്ലോ. അതെ, അത്രേ വന്നു.
വൽ ഖഫിയു അവ്യക്തമായ നജസ് പറഞ്ഞാൽ ബിഖിലാഫിഹി ശരിക്ക് സൂക്ഷിച്ചു നോക്കാൻ കാണാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ നിറമില്ല, മണമില്ല, രുചിയില്ല. നിറവും മണവും രുചിയും ഇല്ലാത്തത് എന്നാണ് ഹുക്മിയായ നജസ് എന്നാണ് അതിന്റെ പേര്. അതാണെങ്കിൽ അവ്യക്തമായ നജസ് എന്ന് പറയും. നിറമോ മണമോ രുചിയോ ഉണ്ടെങ്കിൽ വാഹിറായ നജസാണ്. ഐനി എന്ന് പറയും. അത് ഉണ്ട് എന്ന് വ്യക്തമായാൽ നിസ്കാരം സഹിയാവൂല. എന്നാൽ നവവിയു ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങൾ സഹിയാക്കിയിട്ടുണ്ട് ഫി തഹഖീഖി തന്റെ തഹഖീഖ് എന്ന് പറയുന്ന കിതാബില് അദ്മ വുജൂബിൽ ഇആദത്തി ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞോടത്ത് പിന്നീട് ഇമാമ് നജസുള്ള ആളാണ് എന്നതുപോലത്തത് വ്യക്തമായാൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല. മുത്തുലക്കൻ എന്ന് പറഞ്ഞാൽ അത് വാഹിറായ നജസായാലും വേണ്ടിയില്ല, ഹഫിയായ നജസായാലും വേണ്ടിയില്ല, രണ്ടായാലും മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഓൻ കണ്ടിട്ടില്ലല്ലോ, നോക്കിയാൽ കാണാൻ പറ്റുന്ന അവസ്ഥയിലാവട്ടെ അല്ലാതിരിക്കട്ടെ, കണ്ടിട്ടില്ലല്ലോ. ഒന്നും ഇല്ലാത്തവനെ പോലെ അതുപോലെ തന്നെ ജനാബത്തുള്ളവനെ പോലെ തന്നെ നജസുള്ളവനെയും കണക്കാക്കാം. ഇവന്റെ കാഴ്ചയിൽ പെട്ടിട്ടില്ല. സംഗതി നോക്കിയാൽ കാണാൻ പറ്റുന്ന നിരക്ക് തടിയുള്ള നജസ് തന്നെയാണ്, അല്ലെങ്കിൽ തടിയില്ല, ആ വേറിരിവൊന്നുമില്ല. തടി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇവന്റെ കാഴ്ചയിൽ പെടാത്തോടത്തോളം ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ജനാബത്തുള്ളവരോട് തുടർന്നത് പോലെയാണ് ജമാഅത്ത് സഹിയാവും, മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തെ ഇമാം നവവി റഹ്മഹുല്ലാഹ് തന്റെ തഹഖീഖിൽ അതാണ് സഹിയാക്കിയത്. ാക്കണം. നാലൂരും കൂട്ടരൊന്നും കാണാനില്ല. ചെറുപുസ്തകത്തിനിപ്പോ ഒക്കെ തിരക്ക് ഓരോ ഷോലിലേക്കാരെ നോമ്പ് പഠിപ്പിച്ചത്. ഏതായാലും കുറച്ചുകൂടി പോവുക. നോമ്പ് പറയാൻ പോകാം. മൂത്രവാർച്ച പോലെയുള്ള രോഗത്തിൽ നിന്നിട്ട് മുക്തനായ ഒരാൾക്ക് തുടർച്ച സഹിയാണ് ബിസെലിസിൻ നിത്യശുദ്ധിക്കാരോട്. മൂത്രവാർച്ച എന്നുള്ള ഒരു ഉദാഹരണ അതാ. സെലിസിൽ ബൗലി മൂത്രവാർച്ചയുള്ളവനോട്, അവിൽ മതി അല്ലെങ്കിൽ മതി വാർച്ചയുള്ളവനോട്, അവിൽറാത്തി അല്ലെങ്കിൽ കീവായു വാർച്ചയുള്ളവനോട് എന്ന് പറഞ്ഞാൽ നിത്യശുദ്ധിക്കാരോട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നിത്യശുദ്ധി രക്തം പുറപ്പെടുന്ന നിത്യശുദ്ധിയുള്ള ഇസ്തിഹാവത്തായാലും വേണ്ടിയില്ല, അതല്ലെങ്കിൽ മതി ഇങ്ങനെ നിൽക്കാതെ കൂടെ കൂടെ പുറപ്പെടുന്നവനായാലും വേണ്ടിയില്ല, മൂത്രം ഇങ്ങനെ കിരിഞ്ഞിടക്ക് പുറപ്പെടുന്നവനായാലും വേണ്ടിയില്ല, ഗ്യാസ് രോഗം കൂടുതലായിട്ട് ഈ ഗ്യാസ് നിയന്ത്രിക്കാൻ കഴിയാതെ കീവായു ഇങ്ങനെ ഇറക്കുവയിലും സുജൂദിലും അടങ്ങുമ്പോഴും മനങ്ങുമ്പോഴും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നവൻ ഒക്കെ നിത്യശുദ്ധിക്കാരാ. ഈ നിത്യശുദ്ധി ഇല്ലാത്ത ആൾക്ക് നിത്യശുദ്ധിക്കാരനോട് തുടർന്ന് നിസ്കരിക്കൽ സഹിയാകും. കാരണം അവിടെ ഇമാമ് മഅ്ദൂറാണ്, അവന്റെ അടുക്കൽ മനഃപൂർവ്വമുള്ള യാതൊരു വീഴ്ചയുമില്ല എന്നതുകൊണ്ട് അയാളോട് തുടർച്ച സഹിയാകും. അതുപോലെ തന്നെ ഖായിമുൻ നിന്ന് നിസ്കരിക്കുന്നവൻ തുടരൽ സഹിയാണ് ബിഖായിദിൻ ഇരുന്ന് നിസ്കരിക്കുന്നവനോട്. നിന്ന് നിസ്കരിക്കുന്ന മൗമൂമ്, ഇരുന്ന് നിസ്കരിക്കുന്ന ഇമാമ്, അങ്ങനെയും തുടരാം. പക്ഷേ ഹംബലി മദ്ഹബുകാരെ പാടില്ല എന്നൊക്കെ പറയും. നമ്മളെ മദ്ഹബ് അനുസരിച്ച് അതിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് രോഗത്തിന്റെ സമയത്ത് നിസ്കരിക്കാൻ വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല നിസ്കരിക്കാൻ തുടങ്ങിയിരുന്നു. അവിടുന്ന് മാറി നിന്ന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് നിസ്കരിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിന് മുബല്ലിഗായിട്ട് നിന്നുകൊണ്ട് സഹാബത്തൊക്കെ നിന്ന് നിസ്കരിച്ചു. അപ്പൊ അതുകൊണ്ട് ഇമാം ഇരുന്ന് നിസ്കരിക്കുമ്പോൾ മൗമൂമിന് നിസ്കരിക്കാം, തുടരാം, കുഴപ്പമില്ല. മുത്തവള്ളിയുൻ വുദൂ ചെയ്ത് നിസ്കരിക്കുന്ന മൗമൂമിന് തുടരാം. ബി മുത്തയമ്മിമിൻ ലാ തൽസമുഹുൽ ഇആദത്തു മടക്കി നിസ്കരിക്കൽ വുജൂബ് ഇല്ലാത്ത തരത്തിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്ന ഇമാമിനോട് തുടരാം. അവിടെയൊക്കെ തുടർച്ച സഹിയാവും. ഇനി വകുരിയ കറാഹത്താക്കപ്പെടും ഇഖ്തിദാഉൻ ബിഫാസിഖിൻ പരസ്യമായി ഫാസിഖായി അറിയപ്പെടുന്ന ആളോട് തുടരൻ. ഇയാള് ഫാസിഖാണോ അല്ലേന്ന് നമ്മള് ഗവേഷണം നടത്തി ഉറപ്പുവരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഫാസിഖാൻ അറിയപ്പെട്ടാൽ അയാളോട് തുടരൽ കറാഹത്താണ്. അതുപോലെ തന്നെ മുബ്തദിയനോട് തുടരലും കറാഹത്താണ്.
എന്ന് പറഞ്ഞാൽ മുബത്തദിയാണെന്ന് അറിയപ്പെട്ട ആളോട് തുടരൽ കറാഹത്താണ്. ഇയാൾ മുബത്തദി ആവോ അല്ലേ എന്ന് ഗവേഷണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. മുബത്തദിയാണെന്ന് അറിയപ്പെട്ടാൽ അയാളോട് തുടരാൻ പാടില്ല, കറാഹത്താണ്. അഥവാ ജമാഅത്തിന് കൂലി കിട്ടൂല. ഫാസിഖാണെന്ന് അറിയപ്പെട്ടാൽ അയാളോട് തുടരാൻ പാടില്ല. ഇയാൾ ഫാസിഖാണോ അല്ലേ എന്ന് ഗവേഷണം നടത്താൻ പോകേണ്ട ആവശ്യമില്ല. മുബത്തദി എന്ന് പറഞ്ഞ ഇതുപോലെ റാഫിളിയാക്കളെ പോലെ പഴയ കാലത്തുള്ള ഇപ്പൊക്കെയുള്ള വഹാബി മൗദൂദി, അതുപോലെ തന്നെ കള്ളത്തരീക്കത്ത്, അതുപോലെ തന്നെ തബ്ലീഗ് തുടങ്ങിയതാ. വഇല്ലം യൂജദ് അഹദുൻ സിവാഹുമ, ഇവിടെ ഇമാമായി നിൽക്കാൻ ഈ ഫാസിഖ് അല്ലാതെ വേറൊരാളുമില്ല. ഇവന്റെ മുന്നിൽ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നിരിക്കൽ ഈ ഫാസിഖിനെ തുടർന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുക. എന്നാലും കറാഹത്ത് തന്നെ. അല്ലെങ്കിൽ ഈ മുബത്തദി തന്നെ ഇവിടെ ഇമാമുള്ളൂ, അയാളെ തുടർന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കണം എന്ന സാഹചര്യത്തിലും അയാളോട് തുടരൽ കറാഹത്ത് തന്നെയാണ്. കണ്ടോ? അപ്പൊ ജമാഅത്തിന് കൂലി കിട്ടൂല എന്നർത്ഥം. മുബത്തദിനോട് തുടർന്ന ജമാഅത്തിന് കൂലി കിട്ടൂല. എന്നാൽ മാലം ഫിത്ന, ഇവിടെ ഈ ഇമാമിനോട് തുടരാതിരുന്നാൽ വല്ല ഫിത്നയും ഉണ്ടാവും എന്ന് പേടിച്ചാലോചിച്ച്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പക്ഷേ ഇവിടത്തെ തന്റെ മുദീറാണ്, അയാളോട് തുടരാതെ പോയാൽ അത് കാരണം തന്റെ തൊഴിലിന് പ്രശ്നം ബാധിക്കും. അതല്ലെങ്കിൽ തന്റെ കഫീലാണ്, അല്ലെങ്കിൽ നാട്ടിലെ ഭരണാധികാരിയാണ്. അയാളോട് തുടരാതിരുന്നാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും എന്ന് പേടിച്ചാലോചിച്ച്. അപ്പൊ പേടിച്ച കറാത്തില്ലാന്നാ? അങ്ങനെയാണ് അതിന്റെ വാഹിർ. മനസ്സിലായില്ലേ? وذلك للخلاف في صحة الاقتداء بما لعدم أمانتهما. കണ്ടോ? തുടരാൻ പറ്റില്ല അറിയാൻ അമാനത്തിലെ മുത്തദീൻ എന്താ അമാനത്താ, അതുപോലെ തന്നെ ഫാസിഖിന് എന്താ അമാനത്താണ്. അള്ളാഹുവിന്റെ ദീനിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് പിന്നെ ബാക്കിയുള്ളവരെ ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിലുണ്ടാവോ വിശ്വാസം? അപ്പൊ അതുകൊണ്ട് ജമാഅത്തിന്റെ കൂലി കിട്ടൂല. പിന്നെ ഫിത്നയെ ഭയപ്പെട്ടാൽ പിന്നെ വാഹിറിൽ അയാളോട് തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും നിയ്യത്ത് ചെയ്യാതെ പ്രവൃത്തിയിൽ ഇങ്ങനെ ഒപ്പം പോകുന്ന ബാഹ്യമായി ജമാഅത്തുണ്ടെന്ന് തോന്നിക്കുകയും എന്നാൽ അയാളോട് ഇഖ്തിറാർ ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് പിന്നെയും നല്ലത്. തീരാ തന്നെയല്ല ഒരു കൗലുണ്ട്, ലാ യസ്ഹുൽ ഇഖ്തിദാഉ ബിഹിമാ, മുബ്തദിഇനോടും ഫാസിഖിനോടും തുടർന്നാൽ നിസ്കാരം തന്നെ സഹിയാവൂല എന്ന അഭിപ്രായമുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ കറാഹത്താണ്, ജമാഅത്തിന്റെ കൂലി കിട്ടൂല, നിസ്കാരം സഹിയാവൂന്ന്. പക്ഷേ നിസ്കാരം തന്നെ സഹിയാവൂല എന്ന് പറഞ്ഞ കൗലും ഉണ്ട്. നമ്മളെ നാട്ടിലെ വഹാബിനോടൊക്കെ അങ്ങനെ തന്നെ പറയണം. കാരണം എന്താ? ജനാബത്ത് കുളിക്കുമ്പോ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല, അതുപോലെ തന്നെ വുദു എടുക്കുമ്പോ നിയ്യത്ത് ചെയ്യാൻ നിർബന്ധമില്ല. കുളിക്കാൻ പോകുമ്പോ അറിയില്ല ഓനിപ്പോ കുളിക്കാനാണ്, വുദു എടുക്കുമ്പോ അറിയില്ല ഓനിപ്പോ വുദു എടുക്കാനാണ് എന്ന് പറയണോന് ഇപ്പൊ ജനാബത്തോടു കൂടിയല്ലേ ഇരിക്കണത്. അപ്പൊ അത് തുടർച്ച തന്നെ സഹിയാവൂലാണ്. എന്നാ പിന്നെ എല്ലാരും ഒന്നും അങ്ങനെയല്ല. കാരണം പണ്ട് നമ്മളെ സമസ്തന്റെ മദ്രസയിൽ വന്നിട്ട് പഠിച്ചോൻ തന്നെ ഇപ്പൊ ഒരു പരിഷ്കാരത്തിന് വേണ്ടിയിട്ടാണ് കൂടിയെന്നുള്ളൂ. അപ്പൊ ആ പണ്ട് പഠിച്ചതനുസരിച്ച് നിയ്യത്ത് ചെയ്ത് കണ്ടന്നെ വുദു എടുക്കണോ കുളിക്കണോ ഒക്കെ അങ്ങനെയാണ് വാഹിർ എന്ന് വെച്ചുകൊണ്ട് കറാഹത്തേ ഉള്ളൂ എന്ന് പറയുന്നു. ഇനി അതുപോലെ തന്നെ കുരിഹൈലൻ, ഈ മുബ്തദിഇനോടും ഫാസിഖിനോടും തുടരൽ കറാഹത്തായതുപോലെ തന്നെ കറാഹത്താക്കപ്പെടും. ഇഖ്തിദാഉം ബി മൗസൂസിൻ, വസ്വാസുകാരനോട് തുടരൽ, വസ്വാസുകാരനോട് തുടരലും കറാഹത്താണ്. വഅഖ്ലഫ, അതുപോലെ തന്നെ മാർക്കം കഴിക്കാത്ത ആള്, കുട്ടി ഭഗവത്തിന് വ്യക്തി കുട്ടിയായാലും വേണ്ടിയില്ല, അല്ല പ്രായപൂർത്തി എത്തിയിട്ട് മാർക്കം കഴിക്കാത്തവനായാലും വേണ്ടിയില്ല. കാരണം എന്താണ്? അവന്റെ ശുദ്ധീകരണം പൂർത്തിയാവുന്നില്ല എന്നുള്ളതാ. എന്നാൽ ലാബി വലതിസിന, ജാരസന്തതി, അയാള് നിസ്കാരത്തിനെ പറ്റിയൊക്കെ എല്ലാം പഠിച്ച് ഭയന്നൊക്കെ പറയണ മോല്യാരായിന്, എന്നാ പിന്നെ അയാളോട് തുടരോണ്ട് കറാഹത്തൊന്നുമില്ല. ലാക്കിന്നോ ഖിലാഫുല്ലൗല, ഖിലാഫുല്ലൗല വരും. കാരണം അഫ്ളലല്ല അയാള്, കാരണം അസ്ല് ഒരു ഗുണമില്ലല്ലോ. എന്നാ കറാഹത്ത് ഉണ്ട് എന്ന് പറയാനും പറ്റൂല. ഇനി പറയാം, ഇമാം സുബ്കി തങ്ങളും മഹാൻ അവരുടെ കൗലിനെ പിന്തുടർന്ന ചില ഇമാമിയങ്ങളും മുഖ്താറാക്കിയിരിക്കുന്നു. ഇന്തിഫാഹൽ കറാഹത്തി,
കറാഹത്ത് പോകും. ഏത് ഫാസിഖ് മുബ്തദീനോ പോലത്തോരോട് തുടരുന്നതിന്റെ കറാഹത്ത് പോകും. ഇതാ തഅസ്സറത്തിൽ ജമാഅത്ത് അസാധ്യമാവുന്ന സാഹചര്യത്തിൽ ഇല്ല ഖൽഫ മൻ ദക്കറഹു ഖൽഫഹു, തുടർന്ന് നിസ്കരിക്കാൻ കറാഹത്തായ ഉദാഹരണം പറഞ്ഞേക്ക്, അവിടെ ഇമാമായിട്ട് നിൽക്കുന്നത് ഫാസിഖാണ്, അല്ലാതെ വേറൊരു ജമാഅത്ത് അവിടെ കിട്ടൂല, അല്ലെങ്കിൽ അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന മുബ്തദിയാണ്, ആ മുബ്തദിനോട് തുടർന്നെങ്കിൽ അല്ലാതെ അവിടെ ജമാഅത്ത് കിട്ടൂല, എങ്കിൽ കറാഹത്ത് ഉണ്ടാവൂല എന്നൊരു അഭിപ്രായം ഇമാം സുബുക്കി തങ്ങളും അദ്ദേഹത്തെ തുടർന്ന ചില ഇമാമിയങ്ങളും മുഖ്താറാക്കിയിട്ടുണ്ട്. പക്ഷെ മുഅ്തമദല്ല. എന്നല്ല ബൽഹിയ അഫ്ളു മിനൽ ഇൻഫിറാദി, കറാഹത്തിൽ നിന്ന് മാത്രമല്ല ജമാഅത്തിന് 27 ദർജ കിട്ടൂലെങ്കിൽ പോലും ഒറ്റക്ക് നിസ്കരിക്കുന്നതിനാട്ടിൽ നല്ലത് ഇങ്ങനെയുള്ള മുബ്തദിയന്റെയോ ഫാസിഖിന്റെയോ ജമാഅത്തിൽ തുടരൽ തന്നെയാണ് എന്നാണ് സുബുക്കി ഇമാമും ഏതാനും ചില ആളുകളും മുഖ്താറാക്കിയ മദ്ഹബിൽ മുഅ്തമദല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. ഇനി വജസമ ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ജസ്മു ചെയ്ത് തുഹ്ഫയിൽ പറയുന്നു, ബി അന്നഹാ ഈ കറാഹത്ത് ലാ തസൂലു ഹീനഇദിൻ, ആണോ ആ നാട്ടിൽ മുബ്തദിയായ ഇമാമല്ലാതെ വേറെ ഇല്ല, അല്ലെങ്കിൽ ഫാസിഖായ ഇമാമല്ലാതെ വേറെ ഇല്ല എന്നതുകൊണ്ട് അയാളോട് തുടർന്ന് കറാഹത്ത് പോവൂല, കറാഹത്ത് തന്നെയാണ് എന്നല്ല. ബലിൽ ഇൻഫിറാദു അഫ്ളു മിൻഹാ, ആ ജമാഅത്തിൽ തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് അഫ്ളല്. ജമാഅത്ത് സഹിയാകും എന്ന് പറഞ്ഞാൽ പോലും ഒറ്റക്ക് നിസ്കരിക്കുന്ന ഫളീലത്ത് കിട്ടൂല, 27 കിട്ടൂല എന്നല്ല, മുടക്ക് മുതലിനൊന്നേ നഷ്ടം വരിക. ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ കച്ചവടം ചെയ്യണത്. ഇപ്പൊ ഇവിടെ 1.27 ആകാൻ വേണ്ടിയിട്ടാണ്, ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കച്ചവടത്തിന് ഇറങ്ങിയത്. സംഗതി കച്ചവടത്തിന് ഇറങ്ങി നോക്കുമ്പോൾ മുജ്തഹിദിനോടാ തുടരുന്നത്, അല്ലെങ്കിൽ ഫാസിഖിനോടാ തുടരുന്നത്. എന്നാൽ 27 ലാഭം കിട്ടൂല എന്നല്ല, നേരത്തെ കിട്ടിയ 10 തന്നെ കുറവ് വരും, മുടക്ക് മുതൽ തന്നെ നഷ്ടപ്പെടും. ആട്ടെ, അതാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞത്. ഇനി ഖാല ബഅ്ദു അസ്ഹാബിന, ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വല്ലൗജുഹു ഇൻദി, ബഅ്ദു അസ്ഹാബിന എന്ന് പറഞ്ഞാൽ അപ്പോ തന്റെ കാലക്കാരായ ആള് മുൻഗാമികളല്ല, ആരെ മഹ്ദൂമങ്ങൾ പറയാം. വല്ലൗജുഹു ഇൻദി മാ ഖാലഹു സുബ്കിയു, ഇമാം സുബുക്കി പറഞ്ഞതാണ്. അതായത് ഇയാളോടല്ലാതെ തുടരാൻ വേറെ മാർഗമില്ല, ഇയാൾ തന്നെ ഉള്ളൂ, അയാളാണെങ്കിൽ മുബ്തദിയുമാണ്, എങ്കിൽ അവിടെ കറാഹത്ത് ഉണ്ടാവൂല, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനെക്കാട്ടിലും അയാളെ തുടരലാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ജമാഅത്ത് സംബന്ധമായ ഉദുറാണ്, അവിടെ ഒരു വഖഫിൽ എത്തിക്കോട്ടെ എന്നുള്ള നിലക്കാണ് അതാണ് പൂർത്തിയാക്കിയത്. ഓക്കെ.